محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കാൻ എത്തിയിട്ടുള്ള മുജാഹിദ് പ്രവർത്തകരെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ, തഖ്വ കൈവിടാതെ മുന്നോട്ടു പോകാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇന്ന് ഈ താമരശ്ശേരിയിൽ വെച്ച് നടക്കുന്ന ആദർശ സമ്മേളനം മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആശങ്കാജനകവും അപ്രതീക്ഷിതവുമായ ഒന്നാണ്. സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയല്ല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പലരും പലതരത്തിലുള്ള ആശങ്കകളിലുമാണ്. എന്തൊക്കെയാണ് റബ്ബേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? അരുതാത്തത് പലതും സംഭവിക്കരുത് എന്ന് നാം ചിന്തിക്കുന്ന പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പുതിയതായ ഒരു പ്രതിസന്ധി ബോധപൂർവം ചില ആളുകൾ സൃഷ്ടിക്കുകയും അവർ തന്നെ ആ പ്രതിസന്ധിയുടെ പരിഹാരക്കാരായി രംഗത്ത് വരികയും എന്നിട്ട് പ്രശ്നമുണ്ടാക്കലും പരിഹരിക്കലുമൊക്കെ അവരുടെ വകയാണ് എന്ന് മനസ്സിലാകാതിരിക്കാൻ ആരൊക്കെയോ ഉണ്ടാക്കിയ പ്രതിസന്ധി ചെയ്യുന്നതിന് മാക്സിമമാണ് സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒരാളെ പുറത്താക്കുക എന്നത്. സംഘടനാപരമായ പ്രൊസീജിയറുകൾ, അതിന്റെ ക്രമീകരണങ്ങൾ പാലിച്ചോ എന്നതിരിക്കട്ടെ, നാട്ടുമര്യാദ പോലും പാലിക്കാതെയാണ് വാസ്തവത്തിൽ എന്നെ പുറത്താക്കിയിട്ടുള്ളത്. എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പുറത്തു നിൽക്കാം, എനിക്ക് സംഘടന ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളൊന്നുമല്ല. പക്ഷേ ഇക്കഴിഞ്ഞ 10-25 കൊല്ലമായി ഈ തൗഹീദിന്റെ പ്രബോധന രംഗത്തുള്ള എന്നെ എതിരാളികൾക്ക് മുമ്പിൽ അവഹേളിക്കുവാൻ വേണ്ടി ഇല്ലാത്ത ആരോപണം പറഞ്ഞു വരുത്തി ഞാൻ ശിർക്കിലേക്ക് പോയി എന്ന ഗുരുതരമായ ആരോപണം പത്രങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും ഒക്കെ പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് വലിച്ചിട്ടു. പത്രക്കാരോട് ഞങ്ങൾ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ കിട്ടിയതല്ല. സ്വാഭാവികമായും എനിക്ക് പറയാനുള്ളത് ഞാൻ പത്രങ്ങൾക്ക് കുറിപ്പായി എഴുതി കൊടുക്കുകയും എന്റെ ശബ്ദം ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ എനിക്കൊരു മാറ്റവുമില്ലെന്ന സത്യം ഞാൻ ജനങ്ങളോടും പത്രക്കാരോടും പറഞ്ഞു. പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഇസ്തിഗാസ, സഹായം ചോദിക്കൽ, അതും ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? അതാണ് ആളുകൾ ചോദിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലവിലുള്ള ആദർശത്തിന് എന്ത് വ്യതിയാനമാണ് എനിക്കുണ്ടായത്? ഞാനൊരു പുതിയ ആദർശം കൊണ്ടുവന്നു മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചുവെന്നും കഴിഞ്ഞ 6 വർഷമായി എന്നെ തിരുത്താനും
നന്നാക്കുവാനും പലരും ശ്രമിച്ചിട്ടും ഞാൻ വഴങ്ങിക്കൊടുത്തില്ലെന്നും അങ്ങനെയുള്ളൊരു മർക്കട മുഷ്ടിക്കാരനും വാശിക്കാരനുമാണ് ഞാൻ, അതുകൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് പുറത്താക്കിയതാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 23 നടപടിക്രമങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് സംഘടന എന്നെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ തെളിവ് കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. വാസ്തവത്തിൽ അങ്ങനെ വല്ലതും സംഭവിക്കും. മടവൂരും കൂട്ടരും സംഘടനയിൽ നിന്ന് പുറത്തുപോയ ശേഷം അവർ വലിച്ചിട്ട ഒരു വിഷയമാണ് ജിന്നും സിഹറും. ISMന്റെ സംസ്ഥാന കമ്മിറ്റിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് പിറ്റേന്ന് അവർ പത്രത്തിൽ കൊടുത്തത് ജിന്ന് സേവയിലേക്കും പിശാച് പൂജയിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നായിരുന്നു. അന്ന് മുതൽക്ക് ഇന്ന് വരെയും മടവൂർ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രബോധന വിഷയമാണ് ജിന്നും സിഹറും. KNM എന്ത് പരിപാടി വെച്ചാലും അതിന് ബദൽ അവർ പരിപാടി വെക്കും. അവസാനം പറഞ്ഞ് അത് ജിന്നും സിഹറിൽ ഒത്തും. എല്ലാ കൊല്ലവും അത് തന്നെ പറഞ്ഞും കേട്ടും ആളുകൾക്ക് മടുത്തു. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന് കാര്യമായൊരു പോറൽ ഏൽപ്പിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അവർക്ക് തന്നെയും ഒരു വളർച്ചയുണ്ടാക്കാനും പറ്റിയില്ല. അവർ മെലിഞ്ഞില്ലാതായി. കഴിഞ്ഞ 10 വർഷത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം ഇവിടെ ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. 2 സമ്മേളനങ്ങളും 2 സാൽവേഷനുകളും KNM, ISM, MSM ബാനറുകളിൽ നടത്തിയ വിവിധ ക്യാമ്പയിനുകളും 2002 ഭിന്നിച്ചു പോയ കൂട്ടർ പുറത്തുപോയ ശേഷം പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച ദഅവാ മുന്നേറ്റങ്ങളായിരുന്നു. കേരളത്തിൽ ആർക്കുമെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ദഅവാ പ്രസ്ഥാനമായി KNM അറിയപ്പെട്ടു. അത്തരമൊരു സന്ദർഭത്തിൽ ഇനി എന്തുണ്ട് പിടിച്ചു നിൽക്കാൻ മാർഗം എന്ന് ആലോചിച്ച മടവൂരികൾ കണ്ടെത്തിയ ഒരു തുരുപ്പ് ചീട്ടായിരുന്നു യഥാർത്ഥത്തിൽ ജിന്നും സിഹറും. കുറെ കാലം പയറ്റി നോക്കി, നടന്നില്ല, ക്ലച്ച് പിടിച്ചില്ല. അപ്പോൾ പഴയ VC തന്ത്രം ഉപയോഗിച്ച് ചില ചാരന്മാരെ ഇതിനകത്തേക്ക് കയറ്റി വിട്ടു. അത്രയും കാലം അവർ പറഞ്ഞിരുന്ന കാര്യം കട്ടുമുറിച്ച ക്ലിപ്പുകളും കള്ള സീഡികളും ഒക്കെയായി ചില ചാരന്മാരെ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് തിരികെ കയറ്റി. പ്രസ്ഥാനം പിളർന്നപ്പോൾ അപ്പുറത്ത് നിൽക്കേണ്ട ചില ആളുകളൊക്കെ ചില താല്പര്യങ്ങളുടെ പേരിൽ ഇപ്പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു വോയിസ് ഉണ്ടായിരുന്നില്ല പ്രസ്ഥാനത്തിൽ. കാരണം ദഅവാ രംഗത്തുള്ള മുന്നേറ്റം, സലഫി മൻഹജിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസുകളും പരിപാടികളും വമ്പിച്ച പഠന സംരംഭങ്ങളും എല്ലാവരും വിഷയം പഠിച്ച് മാറ്റങ്ങൾ ഉണ്ടായി. ഈ കൂടെ കൂടിയ ഇത്തിക്കണ്ണികൾ നന്നാവുമെന്ന് നമ്മൾ വിചാരിച്ചു. അവർ നന്നായില്ലെന്ന് മാത്രമല്ല, പിടിച്ചു നിൽക്കാൻ വേണ്ടി മടവൂരിസത്തെ കൂട്ടുപിടിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ മടവൂർ വിഭാഗം എന്തു പറഞ്ഞിരുന്നോ അത് അങ്ങനെ തന്നെ പറയുന്ന ഒരു കൂട്ടരെ ഇതിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. അവരുടെ ചാരപ്പണികളുടെ വിജയം എന്ന് പറഞ്ഞാൽ ശരി. സന്ധിസ്ഥാന കാരണം അതാണ്. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഇത്തരം ചില ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുകയും അത്തരം ചില ആളുകളുടെ വഴിവിട്ട പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന ആളാണ് അബ്ദുറഹ്മാൻ സലഫി. അദ്ദേഹം എത്ര ഒച്ചയിട്ടിട്ടും എത്ര കരഞ്ഞിട്ടും കാര്യമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതാണ്ട് എല്ലാ പ്രവർത്തകർക്കും അറിയാം അദ്ദേഹം ഒരു തിരിപ്പനും കുതന്ത്രക്കാരനുമാണ്. അദ്ദേഹത്തെ പോലെ കുതന്ത്രമുള്ള ഒരാള് മുജാഹിദ് പ്രസ്ഥാനത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. മടവൂർ വിഭാഗത്തിൽ പോലുള്ള വലിയ കുതന്ത്രക്കാരുള്ള അപ്പുറത്ത് അതിനേക്കാൾ വലിയ കുതന്ത്രം അദ്ദേഹത്തിന്റെ വൈരനിര്യാതന ബുദ്ധിയോടെ തന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനത്തെയും ആദർശത്തെയും എന്തും ചെയ്യാൻ മടിക്കാത്ത അത്തരത്തിലുള്ളൊരു ചിന്താഗതിയാണ് അദ്ദേഹത്തിൻ്റെതെന്ന് അടുത്ത് പരിചയപ്പെട്ടവർക്കൊക്കെ അറിയാം. അതാണ് ഇന്നത്തെ പ്രതിസന്ധിക്കു കാരണം. സുഹൃത്തുക്കളെ, ഞാൻ മുഖവരയായി ഇത് പറഞ്ഞത് ഞാനെന്ന വ്യക്തിയെ പുറത്താക്കിയതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ ആളുകളൊന്നും ഞാൻ വിളിച്ചിട്ട് വന്നതോ എന്നെ കാണാൻ വന്നതോ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വന്നതോ അല്ല. കഴിഞ്ഞ ആദർശ വിശദീകരണ യോഗങ്ങളിലൊക്കെ തടിച്ചുകൂടിയ ആളുകൾ എന്നെയോ എന്റെ ആദർശത്തെ അനുകൂലിക്കുന്നവരല്ല. സംഘടനയുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി പള്ളി മെമ്പറുകളിൽ വളരെ നിർബന്ധിച്ച് പറയിപ്പിച്ച് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ജീവനക്കാരെ നിർബന്ധിച്ച് കൊണ്ടുവന്ന്
അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും KNMന്റെ ആദർശ വിശദീകരണങ്ങൾക്ക് ആളുകൾ വരുന്നില്ല, മുജാഹിദ് പ്രവർത്തകർ എത്തുന്നില്ല എന്ന പരാതി സംസ്ഥാന നേതൃത്വം പരിശോധിക്കണം. എന്താണ് സംഭവിച്ചത്? ആളുകൾ സംഘടനയെ വെറുക്കുന്നു. സംഘടനയുടെ ഇന്നത്തെ നിലപാടുകളെയും ഇന്നത്തെ രീതിയെയും വെറുക്കുന്നു. മാത്രമല്ല, സംഘടനയിൽ സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ആളുകൾ സാഗൂതം വന്നിരിക്കുന്നു. എന്താ കാരണം? അത്രമാത്രം പുറത്തേക്ക് ചീഞ്ഞു നാറുന്ന വിധം ഉള്ളിൽ നടക്കുന്ന ഒരുപാട് വൃത്തികേടുകൾ ഇപ്പോൾ പുറത്തു പറയേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ പുറത്തു നിന്നാൽ എനിക്ക് ധാരാളം ജോലികൾ വേറെ ചെയ്യാനുണ്ട്. പക്ഷേ എന്നെ ശിർക്കാരോപിച്ചു. ഞാൻ മരിച്ചാൽ മയ്യത്തസ്കരിക്കാൻ വരെ പറ്റുമോ എന്ന് സംശയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി. മുശ്രിക്കായിപ്പോയ ആൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഞാൻ ആ ശിർക്കൻ വാദത്തിലല്ല കൂട്ടരെ, എനിക്കങ്ങനെ വാദമില്ല. ഉണ്ടെന്ന് പറയുന്നവർ തെളിവ് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ വെല്ലുവിളിച്ചു വിവിധ സ്റ്റേജുകളിൽ. ഇവിടെയും വന്നല്ലോ മൂവർ സംഘം. എന്താ തെളിവിട്ടത്? മണലിയിൽ പുറത്ത് ഒന്നര ആഴ്ചക്ക് ശേഷം പ്രസംഗത്തിലെ ഒരു ക്ലിപ്പ്, ഒരു ഉദാഹരണം പറഞ്ഞ ക്ലിപ്പ്, പിന്നെ തൃശ്ശൂരിൽ നടത്തിയ പ്രസംഗത്തിലെ ഒരു ഉദാഹരണം. അതാണ് എനിക്ക് എതിരിൽ ശിർക്ക് ആരോപിക്കാൻ അവർക്ക് പറയാനുള്ള തെളിവ്. അപ്പൊ പുറത്താക്കിയതിന് ശേഷം തെളിവുണ്ടാക്കല്? തെളിവുണ്ടായിട്ടല്ലേ പുറത്താക്കേണ്ടത്? സാധാരണക്കാർ തന്നെ ചോദിച്ചു തുടങ്ങി, നിങ്ങൾ എന്താ തെളിവ് കാണിക്കാത്തത്? അപ്പൊ ഇന്നത്തെ പണ്ടത്തെ പോലെയല്ല, ആളുകൾ ചിന്തിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരും നേതാക്കന്മാരുടെ തൊപ്പിയും കുപ്പായം കണ്ടു വരുന്നവരല്ല ഈ പ്രസ്ഥാനത്തിലുള്ളത്. എന്താണ് പറയുന്നത്, എന്താണ് തെളിവ്, എന്താണ് പ്രമാണം എന്ന് നോക്കിയാണ്. ആരെവിടെ നിൽക്കുന്നു എന്ന് നോക്കുന്നില്ല, പ്രമാണം ആരുടെ കൂടെ എന്നതാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് ആർക്കും പ്രസ്ഥാനം ഒരു വയറ്റുപഴപ്പിന്റെ മാർഗമല്ല. സ്വന്തം കീശെന്ന് കാശെടുത്ത് സ്വന്തം സമയം ചെലവാക്കി അധ്വാനിച്ച് ഈ ആദർശത്തിന് വേണ്ടി ജീവിച്ച് നാളെ പരലോകത്ത് വല്ലതും നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്കവാറും എല്ലാ മുജാഹിദ് പ്രവർത്തകരും. അതുകൊണ്ട് തന്നെ ആദർശത്തെയാണ് ആളുകൾ നോക്കുന്നത്. ആദർശം വിശദീകരിക്കുന്നത് എവിടെയാണ്, ആരാണ് തെളിവുകൾ സംസാരിക്കുന്നതാണ് ജനങ്ങൾ പരിശോധിക്കുന്നത്. ആ നിലക്ക് തന്നെ ഈ ആദർശ വിശദീകരണ യോഗങ്ങൾ ഇന്ന് കേരളത്തിലെ ഇസ്ലാഹി പ്രവർത്തകർക്കിടയിൽ സജീവ ചർച്ചാ വിഷയമാണ്. കഴിഞ്ഞ റമദാൻ വരെ ഒരു കൊല്ലത്തോളം കേരള ജമിയത്തുലുലമയുടെ ബാനറിൽ ഈ കോക്കസ്, ഈ മൂവർ സംഘം നടത്തിയിട്ടുള്ള ആദർശ വിശദീകരണങ്ങൾ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രവർത്തകരെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതും മുജാഹിദ് പ്രവർത്തകരെ ചേരിതിരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതുമാണ്. മഹല്ലുകൾ ഭിന്നിച്ചു, KNM യൂണിറ്റുകൾ ഭിന്നിച്ചു, ശാഖകൾ, മണ്ഡലങ്ങളും ജില്ലാ കമ്മിറ്റികളും ഭിന്നിച്ചു, സ്ഥാപനങ്ങളുടെ കമ്മിറ്റികളിൽ ഭിന്നിപ്പ്, ഇസ്ലാഹി സെന്ററുകളിൽ ഭിന്നിപ്പ്. ആരാണ് ഈ ഭിന്നിപ്പൊക്കെ സ്പോൺസർ ചെയ്യുന്നത്? ഭിന്നിപ്പിനെ നിയന്ത്രിക്കേണ്ട സംസ്ഥാന നേതാക്കൾ തന്നെ. ഞങ്ങളുടെ നാട്ടിൽ വിശദീകരണം വേണ്ട, ഞങ്ങൾ ആകെ കുറച്ചു പേരേ ഉള്ളൂ. പറ്റൂല, വിശദീകരിച്ചേ പറ്റൂ. കാരണം അത് ആദർശ വിശദീകരണമല്ല, അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. KNM ഇലക്ഷൻ പ്രഖ്യാപിച്ച് ആഗസ്റ്റിലാണ് പ്രഖ്യാപിച്ചതെങ്കിൽ അതിന്റെ 2 മാസം മുമ്പ് തന്നെ വിശദീകരണ യോഗങ്ങൾ തുടങ്ങി. മെമ്പർഷിപ്പ് വിതരണം കഴിഞ്ഞ് ശാഖകൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് എല്ലാ ജില്ലയിലും വിശദീകരണം നടന്നിരിക്കണമെന്ന് പ്രഖ്യാപിച്ച് അതിനായി മുന്നോട്ട് പോയി. കണ്ണൂർ ജില്ലയിൽ അനുഭവം മാത്രം ആ ജില്ലക്കാരൻ നിലയ്ക്ക് എനിക്കറിയാം. അവിടെ മെമ്പർഷിപ്പ് വിതരണം കഴിഞ്ഞു, പക്ഷെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിന് വേണ്ടി ആദർശ വിശദീകരണം നടക്കാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചു. എന്നിട്ട് ഒക്ടോബർ 15 തെരഞ്ഞെടുപ്പ്, ഒക്ടോബർ 14 KJU ആദർശ വിശദീകരണം. എല്ലാ യൂണിറ്റിൽ നിന്നും പരമാവധി ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ആളുകൾ 2 മനസ്സുമായിട്ടാ പോകുന്നത്, 2 ചേരിയായിട്ടാ പോകുന്നത്. ഇത് എല്ലായിടത്തും സംഭവിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടു. വോട്ട് പിടുത്തവും തോൽപ്പിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികളും എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിനേക്കാളും മോശമായ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ KNM തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്ര വൃത്തികെട്ട തികഞ്ഞ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല.
പ്രൊഫസർ അബ്ദു എന്ന ഒരാളെയാണ് അബ്ദുറഹ്മാൻ സലഫി റബ്ബർ സ്റ്റാമ്പാക്കി നിർത്തി ഈ കളി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഈ ആദർശ വിശദീകരണവുമായി മുന്നോട്ട് പോകുന്നതിനാ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന അക്രമങ്ങളും അനീതികളും ഇവിടെ പുറത്തു വരാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ആദർശം അപകടത്തിൽ, പ്രസ്ഥാനം പ്രതിസന്ധിയിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അബ്ദുറഹ്മാൻ സലഫി ഇതൊക്കെ ചെയ്തത് എന്ന് വരുത്തണം. അതിനുവേണ്ടി മുജാഹിദ് പ്രവർത്തകരുടെ മേൽ ശിർക്ക് ആരോപിക്കണം. ഒരു കൂട്ടം ആളുകൾ ശിർക്കിലേക്ക് പോയി, ശിർക്കിലേക്ക് പ്രസ്ഥാനത്തെ കൊണ്ടുപോവുകയായിരുന്നു. അബ്ദുറഹ്മാൻ സലഫിയുടെ ശക്തമായ ഇടപെടൽ കാരണമാണ് പ്രസ്ഥാനം തൽക്കാലം ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് വരുത്തി തീർക്കുന്ന കുപ്രചരണങ്ങളാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ നടക്കുന്നത്. അതോടുകൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ച മുഴുവൻ അനീതികളും ആളുകൾ മറന്നുകൊള്ളും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശ പ്രസ്ഥാനത്തെ എന്നും സഹായിച്ചിട്ടുണ്ട്. ഈ ആദർശ പ്രസ്ഥാനത്തെ പലരും തകർക്കാൻ ശ്രമിച്ചിട്ടും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ എന്നെ പുറത്താക്കിയാൽ ഉടനെ തന്നെ കുറച്ച് ആളുകൾ കൂടി ഒരു പുതിയ സംഘടന പ്രഖ്യാപിച്ച് രംഗത്ത് വരും. അതോടുകൂടി സേട്ട് സാഹിബ് ലീഗിൽ നിന്ന് പോയ പോലെ ഇവരങ്ങ് ഇല്ലാണ്ടാകും എന്ന് ഇവർ പ്രചരിപ്പിച്ചു. വാസ്തവത്തിൽ ഇത് പിളർത്താനല്ല ഈ മീറ്റിംഗ്. പിളർത്താൻ അനുവദിക്കരുത് മുജാഹിദ് സുഹൃത്തുക്കളെ എന്ന് നിങ്ങളോട് പറയാനാണ്. ഈ പ്രസ്ഥാനത്തെ തകർക്കാനും പിളർത്താനും ശ്രമിക്കുന്ന ഈ മൂവർ സംഘത്തെ ഒറ്റപ്പെടുത്തി ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കണം എന്ന് പറയാനാണ്. സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ തന്നെ ഇവർ വെള്ളം ചേർത്തു. കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ച തൗഹീദി ആദർശത്തിൽ 2012 ഒരു പുതിയ തിരുത്തുമായാണ് ഇവർ കടന്നു വന്നിട്ടുള്ളത്. ആ തിരുത്തിനെ അംഗീകരിക്കാത്തവരൊക്കെ ശിർക്കന്മാരും ശിർക്ക് പ്രചാരകരുമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ആദർശ വിശദീകരണ പ്രഹസന യോഗങ്ങളിൽ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ തിരുത്ത് കൊണ്ടുവന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിന് മുൻഗാമികളൊക്കെ നൽകിയ തൗഹീദിന്റെ നിർവചനവും വിശദീകരണവും ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതും പോരെ? പിന്നെ എന്തിനാണ് യോഗം കൂടി വോട്ടിനിട്ട് ഒരു പുതിയ തീരുമാനമെടുത്ത് നാളിതുവരെ ശിർക്കല്ല 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 എന്ന് പറഞ്ഞൊരു കാര്യം ഇനി മുതൽ ശിർക്കാണ് ശിർക്കാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്? എന്തു നേട്ടമാണ് പ്രസ്ഥാനത്തിന് അതുകൊണ്ടുണ്ടായത്? എതിരാളികൾക്കിടയിൽ എന്തു മെച്ചമാണ് നമുക്കതുകൊണ്ടുണ്ടായത്? ഒന്നും ഉണ്ടായില്ലെന്നും കൂടുതൽ നാണം കെടുകയാണ് ചെയ്തതെന്നും സമീപകാല സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സുഹൃത്തുക്കളെ, നാം നമ്മെക്കുറിച്ചും നമ്മുടെ ആദർശത്തെക്കുറിച്ചും ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറയെക്കുറിച്ചും ഒന്ന് പുനരാലോചിക്കേണ്ട സന്ദർഭമാണിത്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാഹ് നടത്തുന്ന പ്രസ്ഥാനം എന്നാണ്. അകത്തും പുറത്തും നാം ഇസ്ലാഹ് നടത്തേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തകർക്കിടയിലുള്ള ഇസ്ലാഹും മുസ്ലിം ഉമ്മത്തിൽ പൊതുവായി നടത്തേണ്ട ഇസ്ലാഹുമുണ്ട്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കലല്ലെന്നും ഉള്ള വസ്തുവിൽ കാലക്രമത്തിൽ കയറിക്കൂടിയ വൈകല്യങ്ങളെ ഇല്ലാതാക്കി അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരലാണെന്നും നാം പല സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിലെ ഇസ്ലാഹി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ശേഷം ഈ സമുദായത്തിൽ കയറിക്കൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുറന്നുകാട്ടി പ്രവാചകൻ കൊണ്ടുവന്ന സഹാബത്ത് മാതൃക കാണിച്ച യഥാർത്ഥ ഇസ്ലാം ഏതോ 1400 കൊല്ലം മുമ്പുള്ള ആ ഇസ്ലാം, പഴയ ഇസ്ലാം, അതിലേക്ക് മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിക്കുക. അന്നുണ്ടായിരുന്ന ഇസ്ലാം ഒന്നും കൂട്ടാതെ കുറക്കാതെ ഈ നാട്ടിലും ഏതു നാട്ടിലും പ്രചരിപ്പിക്കുക, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുക. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഇങ്ങനെയൊരു പ്രവർത്തനം ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതനെ പോലെയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സന്ദേശവുമായി വരുമ്പോ ഇസ്ലാമിന് ആർക്കും പരിചയമില്ല. ഇതേതാണ് ഒരു പുതിയ മതം, ഒരു പുത്തൻവാദി വന്നിരിക്കുന്നു എന്നാണ് അവർ പ്രതികരിച്ചത്. പക്ഷെ 23 കൊല്ലത്തെ അക്ഷീണമായ അവിരാമമായ പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഴ്ചവെച്ചു. ദഅവത്തി രംഗത്ത് മുന്നേറി. അതുകൊണ്ട് ഇസ്ലാം അറിയപ്പെട്ടു. അവിടുന്ന് വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് അവതരിച്ച സൂറത്തുൻ നസ്റിൽ കാണാം, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ.
ആളുകൾ കൂട്ടം കൂട്ടമായി ഈ ദീനിലേക്ക് കടന്നു വരുന്നത് നബിയെ താങ്കൾ കണ്ടാൽ തന്റെ ദൗത്യം പൂർത്തിയായി, തന്നെ അള്ളാഹു ഏൽപ്പിച്ച കാര്യം താൻ നിർവഹിച്ചു എന്ന സന്തോഷത്തോടെ കൺകുളിർമയോടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അങ്ങനെ ഇസ്ലാം പൂർത്തിയാവുകയും പ്രവാചകന് ശേഷം സിദ്ദീഖുൽ അക്ബർ ഭരണമേറ്റെടുക്കുകയും ചെയ്തു. 2 കൊല്ലം കഴിഞ്ഞു. അദ്ദേഹം വഫാത്താവുകയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി അദ്ദേഹം തന്നെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 10 കൊല്ലത്തെ ഭരണം ഇസ്ലാമിൽ തുല്യതയില്ലാത്ത ഭരണമായിരുന്നു. ഇസ്ലാമിക സാമ്രാജ്യം ഏറെ വികസിച്ചു. പക്ഷെ ഇസ്ലാമിന്റെ ശത്രുക്കൾ അടങ്ങിയിരുന്നില്ല. ചേരിപ്പോരുകൾക്ക് അവർ തിരികൊളുത്തി. അങ്ങനെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. പിന്നീട് വന്ന 2 ഖലീഫമാരും അതുപോലെ വധിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തോടെ ഇസ്ലാമിക സമൂഹത്തിൽ ഫിത്നകൾ മുളപൊട്ടി. ആ ഫിത്നകളുടെ ഫലമായിട്ടാണ് 3-ാം ഖലീഫയും 4-ാം ഖലീഫയും കൊല്ലപ്പെടുകയും ഇസ്ലാമിക സമൂഹത്തിൽ ഛിദ്രത വളരുകയും ചെയ്തത്. ഷിയാക്കൾ, ഖവാരിജുകൾ, മുഅ്തസിലത്ത്, ഖദരിയ്യത്ത്, ജബരിയ്യത്ത്, ജഹമിയ്യത്ത് എന്ന് തുടങ്ങിയ വിവിധങ്ങളായ കക്ഷികളും പാർട്ടികളും രൂപം കൊണ്ടു. എല്ലാവരും വാദിച്ചു, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ, ഞങ്ങളാണ് പ്രവാചകന്റെ യഥാർത്ഥ അനുഗാമികൾ. അത്തരമൊരു സന്ദർഭത്തിലാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന യഥാർത്ഥ നാമം സ്വീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ യഥാർത്ഥ അനുയായികളെ വേർതിരിച്ചു നിർത്തുന്ന ഒരു നാമം സ്വീകരിച്ചത്. അന്നവർ സ്വീകരിച്ചത് പ്രവാചകന്റെ ഒരു ഹദീസാണ്. ബനൂ ഇസ്രായേൽ സമുദായം 72 കക്ഷികളായി വിഭജിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ, അവരെല്ലാം നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. സഹാബത്ത് ചോദിച്ചു, ഏതാണ് ആ രക്ഷപ്പെട്ട വിഭാഗം, സ്വർഗത്തിൽ പോകുന്ന വിഭാഗം? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. അതിൽ നിന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന നാമം നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചത്. നമുക്കറിയാം, ഈ കക്ഷികളും പാർട്ടികളും ഒക്കെ ഉണ്ടായപ്പോൾ രാഷ്ട്രീയ രംഗത്തു മാത്രമല്ല മതരംഗത്തും പുതിയ പുതിയ ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടായി. ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസാചാരങ്ങളെ സംബന്ധിച്ച് പുതിയ പുതിയ വസ്വാസുകൾ രൂപീകരിക്കപ്പെടുകയും അതിന്റെ പേരിലുള്ള വാദവിവാദങ്ങളും വാഗ്വാദങ്ങളും ഇസ്ലാമിക സമൂഹത്തിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. അതോടൊപ്പം മറ്റൊരു വശത്ത് ഭൗതിക താല്പര്യങ്ങൾക്കും അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള രാഷ്ട്രീയ കടമത്സരങ്ങളും മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായി. അങ്ങനെ ഒരു ഫിത്നയും ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് മുത്തുനബി പ്രവചിച്ചിട്ടുണ്ട്. ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അൻ തുബ്സത ദുനിയ അലൈക്കും കമാ ബുസിതത് അലാ മൻ കാന ഖബലക്കും. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിനെയല്ല എനിക്കുള്ള പേടി, നിങ്ങൾക്ക് ഭൗതിക സൗകര്യങ്ങൾ നിങ്ങൾക്ക് വിരുദ്ധപ്പെട്ട് കിട്ടും. അങ്ങനെ ദുന്യവിയായ സൗകര്യങ്ങളും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ കടമത്സരം നടത്തും. നിങ്ങളെ മുമ്പുള്ളവർക്ക് സമ്പത്ത് കിട്ടിയപ്പോൾ കടമത്സരം നടത്തിയതുപോലെ ഫതുഹ്ലികും കമാ ഹലകതുഹും, അവരെ ആ കടമത്സരം നശിപ്പിച്ച പോലെ നിങ്ങളെയും അത് നശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക ചരിത്രം ആദ്യ നൂറ്റാണ്ട് മുതൽക്ക് ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ തന്നെ ഈ രണ്ടാലൊരു ഫിത്നയിൽ അകപ്പെട്ടതിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായ ഛിദ്രതകളും കുഴപ്പങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ഉമ്മത്ത് ഛിന്ന ഭിന്നമാവുകയും പരസ്പരം പകയും വിദ്വേഷവും ഗ്രൂപ്പ് കളികളും ചേരിപ്പോരുകളും ഉടലെടുക്കുകയും ചെയ്തു. മതരംഗത്തുണ്ടായ ശുബ്ഹാത്തുകൾ, ആശയക്കുഴപ്പങ്ങൾ കാരണം അഹ്ലുൽ ഖിബ്ല, ഒരേ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന, ഒരേ റസൂലിനെ അംഗീകരിക്കുന്ന, ഒരേ ഖുർആൻ പ്രമാണമായി അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിലെ യഥാർത്ഥ ചിന്താധാര, അഹ്ലുസുന്നത്തിന്റെ ചിന്താധാര, അവർക്കിടയിൽ പോലും ചേരികൾ രൂപപ്പെട്ടു. പരസ്പരം കാഫിറാക്കുന്ന അവസ്ഥ വരെ വന്നു ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഗുർബത്തുൽ ഇസ്ലാം, യഥാർത്ഥ ഇസ്ലാം ഏതാണെന്ന് തിരിച്ചറിയാതിരിക്കുകയും യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇതേതൊരു പുതിയ ഇസ്ലാം, ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ എന്ന് മുസ്ലിം സഹോദരങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്ന അവസ്ഥ. അതാണ് പ്രവാചകന്റെ പ്രവചനം. ആദ്യകാലത്ത് റസൂൽ വന്നപ്പോൾ ഒറ്റപ്പെടാത്ത അപരിചിതർ, അവർ പറയുന്ന ആശയങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയില്ല. ഏതൊരു പുത്തനാശയം കൊണ്ടുവന്നിരിക്കുന്നു, പാരമ്പര്യങ്ങളുടെ പിൻബലമില്ലാത്ത പുത്തനാശയം എന്നാണ് അവർ പരിഹസിച്ചത്. ആ ഒരവസ്ഥയിലേക്ക് കാലം കഴിയുമ്പോൾ എന്റെ ഉമ്മത്ത് തിരിച്ചു പോകും. ഫതൂബാ ലിൽ ഖുറബാ,
അന്ന് ഈ ഇസ്ലാമിനെ കയ്യേൽക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് ഹദീസിൽ കാണുവാൻ സാധിക്കും. എന്നാൽ പൂർവകാല സമുദായങ്ങളുടെയൊക്കെ അവസ്ഥ, പൂർവകാല നബിമാരുടെ അനുയായികളുടെ അവസ്ഥ, ആ നബിമാരുടെ കാലശേഷം അവരുടെ സമുദായം ആ നബിമാർ കൊണ്ടുവന്ന ദീനിൽ നിന്നും ബഹുദൂരം വ്യതിചലിച്ചു പോയി. ഒരാൾ പോലും അവശേഷിക്കാത്തവണ്ണം മുച്ചൂടും വ്യതിചലിച്ചു. ഒരാൾ വന്ന് നിങ്ങളുടെ നബി കൊണ്ടുവന്ന യഥാർത്ഥ ദീനിലുള്ള ഒരാളെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അത്രമാത്രം വ്യതിചലിച്ചു. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അങ്ങനെ വ്യതിചലിക്കുകയില്ലെന്നും ഒരു വിഭാഗം സത്യത്തിന്റെ കക്ഷിയായ അവസാന നാൾ വരെ നിലകൊള്ളുമെന്നും 12ഓളം സഹാബികൾ റിവായത്ത് ചെയ്ത മുതവാത്തിറായ ഹദീസിൽ കാണാം. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗമെന്നും സത്യത്തിന്റെ മേൽ വിജയിച്ചവരും പ്രത്യക്ഷപ്പെട്ടവരുമായി കൊണ്ടേയിരിക്കും. അവർ ഖിയാമം വരെ ഉണ്ടാകും. അവരും കൈയടിച്ചവർക്കോ അവരെ അവരെ എതിർക്കുന്നവർക്കോ ഒരു ഉപദ്രവവും അവരെ വരുത്താൻ സാധ്യമല്ല. ഭൗതിക രംഗത്ത് ചിലപ്പോൾ അവരെ തോൽപ്പിക്കാൻ സാധിച്ചേക്കാം, പക്ഷെ ആശയ രംഗത്ത് അവരെ തോൽപ്പിക്കുവാനും മറികടക്കാനും കഴിയില്ല. സഹാബികൾ ചോദിച്ചു, ആരായിരിക്കും ആ ഖുറബാ എന്ന് പറയുന്ന വിഭാഗം? ഈ പറയുന്ന അല്ലാഹുവിന്റെ സഹായം കിട്ടുന്ന ഈ കക്ഷിയെ പറ്റി തന്നെയാണ് റസൂൽ ഖുറബാ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെ വിശദീകരിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന ഇൻദ ഫസാദിൻ നാസ്, ജനങ്ങൾ പിഴച്ചു പോകുമ്പോൾ അവർ നന്മ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ മിനൽ ഖബായിൽ, ഗോത്രങ്ങളിൽ നിന്നും മാറ്റിയോടിക്കപ്പെട്ട ബഹിഷ്കരിക്കപ്പെട്ടവരായിരിക്കും അവർ. ആദർശത്തിനു വേണ്ടി നാടും കൂടും ഉപേക്ഷിക്കേണ്ടവർ. മറ്റൊരു റിവായത്തിൽ കാണാം, ഖൗമുൻ ഖലീൽ ഫീ നാസി സൂഇൻ കതീർ, ധാരാളം വൃത്തികെട്ട മനുഷ്യർക്കിടയിലെ കുറച്ച് നല്ല മനുഷ്യന്മാർ. മയ്യാസിഹിം അക്ബറു മിമ്മൻ യുതീഉഹും, അവരനുസരിക്കുന്നവരെക്കാൾ അവരെ എതിർക്കുന്നവരായിരിക്കും കൂടുതൽ. വാസ്തവത്തിൽ ഇങ്ങനൊരു വിഭാഗം, ഒരൊറ്റപ്പെട്ട വിഭാഗം, ഓരോ നാട്ടിലും ഒറ്റയും തറ്റയുമായി മാത്രം പ്രവാചക സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ഒരു ചെറിയ വിഭാഗം ഖിയാമത്ത് നാൾ വരെ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ചരിത്രപരമായ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ ഫിർഖത്തുൻ നാജിയ അല്ലെങ്കിൽ ത്വായിഫത്തുൽ മൻസൂറ എന്നൊക്കെ പേര് വിളിക്കപ്പെടുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടണമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് 1920കളിൽ ആരംഭിച്ച മുസ്ലിം ഐക്യസംഘവും പിന്നീട് വന്ന കേരള ജംഇയ്യത്തുൽ കേരള നേതൃത്വ മുജാഹിദീനും ഒക്കെ വാസ്തവത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന സത്യം നാം മറന്നു പോകരുത്. യഥാർത്ഥ ഇസ്ലാമിനെ കൂട്ടാതെ കുറക്കാതെ ഭേദഗതി വരുത്താതെ പ്രവാചകൻ പഠിപ്പിച്ച പോലെ സ്വന്തം ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലും നടപ്പിലാക്കി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. എന്താണ് നമ്മളും മറ്റു പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം? നാം പഴമയിലേക്ക് തിരിച്ചു വിളിക്കുന്നതാണ്. എല്ലാ പുതുമകളെയും എതിർക്കുന്നവരാണ്. നമ്മളെ കുറിച്ച് നമ്മുടെ ആദർശ വിരോധികൾ പറയാറുണ്ട്, നിങ്ങൾ മുഖത്തതിയുകളാണ്, പുത്തൻവാദികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പുത്തൻവാദം എന്ന് പറയുന്ന അവരും അവരെ ഉപ്പാപ്പന്മാരും കാണാത്തതൊക്കെ പുത്തൻവാദം. ഇസ്ലാമിലെ പുത്തൻവാദം എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ കാലത്തും സഹാബത്തിന്റെ കാലത്തും ഇല്ലാത്തതും പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്നതുമായ കാര്യങ്ങൾക്കാണ്. അത്തരം ബിദ്അത്തുകൾക്കെതിരിൽ ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്നവരും അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നവരുമാണ് വാസ്തവത്തിൽ മുജാഹിദ് പ്രവർത്തകർ. ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് നമ്മുടെ ഉദ്ദേശം? എന്തിനാണ് നാം പ്രവർത്തനം ആരംഭിച്ചത്? നമ്മുടെ പ്രവർത്തനത്തിലെ പ്രധാന വശം വിശ്വാസരംഗത്തുള്ള ഇസ്ലാഹാണ്, ശിർക്കിനെതിരെയുള്ള പ്രവർത്തനമാണ്. കാരണം ശിർക്ക് സംഭവിച്ചു പോയാൽ പിന്നെ നമസ്കരിച്ചിട്ടോ നോമ്പെടുത്തിട്ടോ കാര്യമില്ലെന്ന് നാം ആവർത്തിച്ച് ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെങ്ങാനും ശിർക്ക് വെച്ചാൽ നിങ്ങൾ അമല് പൊളിഞ്ഞു പോകുമെന്ന് മുത്തുനബിയോട് പോലും അല്ലാഹു പറയുകയാണ്. എന്ന് മാത്രമല്ല, ശിർക്ക് സംഭവിച്ചു, വിശ്വാസത്തിലോ കർമ്മത്തിലോ ശിർക്ക് സംഭവിച്ചു, തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. ഇന്നഹു മയുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ, അയാൾക്ക് ചെന്നെത്താനുള്ള സങ്കേതം നരകമാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? യാക്കൂബ് നബി തങ്ങളുടെ യഥാർത്ഥ മുൻഗാമിയാണെന്ന് അവകാശപ്പെട്ടപ്പോ ജൂതന്മാരോട് അല്ലാഹു ചോദിക്കുകയാണ്, യാക്കൂബ് നബി മരണാസന്നനായപ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹം തന്റെ മക്കളെ വിളിച്ച് ചോദിച്ചത് എന്താണ്? മരിക്കാൻ നേരത്ത് മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം ആരെ ഞങ്ങൾ ആരാധിക്കാൻ?
അവര് പറഞ്ഞു, നിങ്ങൾ ആരാധിച്ച, നിങ്ങളെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച ഏക ഇലാഹായ അള്ളാഹുവിനെ തന്നെ അവന് ഞങ്ങളെല്ലാം സമർപ്പിച്ചവരായിരിക്കും. മുജാഹിദ് പ്രവർത്തകരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ ഈ തൗഹീദിൽ തന്നെ ജീവിക്കണം. അടുത്ത തലമുറയിലും ഈ തൗഹീദിന്റെ പ്രബോധനം ഇടതടമില്ലാതെ അനുസ്യൂതം നിലനിൽക്കണം, തലമുറയിലേക്ക് പകർന്നുകൊണ്ട്. സംഘടനയുടെ ഉദ്ദേശം അതാണ്. സംഘടനയിലുള്ള ആളുകൾ ഒരു കൂട്ടർ വിരമിക്കുമ്പോൾ അടുത്ത കൂട്ടർ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. അങ്ങനെ തലമുറയിൽ കൈമാറിക്കൊണ്ടുള്ള ഈ ദൗത്യം അത് നിലനിൽക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങൾ ഉണ്ടാകണം. ബാലുശ്ശേരിയും പുളിക്കലും എടവണ്ണയും ഇടത്തനാട്ടുകരയും ഒക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ കേന്ദ്രങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ ചെന്ന് നോക്കുമ്പോൾ പുതിയ തലമുറക്ക് പഴയതുപോലെ തൗഹീദ് എത്തിയിട്ടില്ല എന്നൊരാക്ഷേപം ഉണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണെന്ന് നാം പരിശോധിക്കണം. നമ്മുടെ കുട്ടികൾ പഠിക്കാനും വായിക്കാനും അതുപോലെ തന്നെ ഇന്റർനെറ്റും സെലഫി സൈറ്റുകളും ഒക്കെ ഉപയോഗിച്ച് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നുണ്ട് എന്നത് MSMന്റെയും ISMന്റെയും ഒക്കെ പ്രവർത്തനങ്ങളുടെ ഫലം തന്നെയാണ്. മുമ്പത്തേതിനേക്കാളേറെ ആദർശത്തെക്കുറിച്ച് പഠിക്കാനും ആദർശത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ആരെയും കാത്തു നിൽക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഖുതുബയും ഖുർആൻ ക്ലാസും മാത്രം മതപഠനത്തിൽ അവലംബിച്ചിരുന്ന കാലം കഴിഞ്ഞുപോയി. അങ്ങനെയൊരു മാറ്റം ഈ നാട്ടിലുണ്ടായത് ഇസ്ലാഹി പ്രസ്ഥാനം ഉയർത്തിവിട്ട നവോത്ഥാനത്തിന്റെ നവജാഗരണത്തിന്റെ ഫലമാണ്. എങ്കിലും ശിർക്കിനെ കുറിച്ചും ശിർക്കിന്റെ വകഭേദങ്ങളെ കുറിച്ചുമുള്ള ജാഗ്രത നാം ഒരു കാലത്തും കൈവിട്ടിട്ടില്ല. മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരികയില്ല എന്നും അങ്ങനെ നബി പറഞ്ഞിട്ടില്ല എന്നും ശിർക്ക് വരുമെന്ന് റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗങ്ങൾ രംഗത്തിറങ്ങിയപ്പോൾ നമ്മൾ മറുപടി കൊടുത്തു. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മറുപടി കൊടുത്തു. അവർ ദുർവ്യാഖ്യാനം ചെയ്ത ഹദീസിന്റെ പൊള്ളത്തരം നാം തുറന്നു കാട്ടി. ശിർക്കിനെതിലുള്ള ജാഗ്രത, സിദ്ദീഖുൽ അക്ബർ റസൂൽ പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് വല്ലതും നിന്നിൽ പങ്കുചേർക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അറിയാതെ വല്ല ശിർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്നും പൊറുക്കലിനെത്തോടുന്നു എന്ന പ്രാർത്ഥന നമ്മൾ അബ്ദുൽ ഖാദർ മൗലവി ഇറക്കി 1944 ഇറക്കിയ തൗഹീദിന്റെ പുസ്തകത്തിൽ പോലുമുണ്ട്. അന്നു മുതൽ നമ്മൾ ജനങ്ങളത് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായി എത്രയെത്ര ആളുകൾ, എത്ര ആയിരങ്ങൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഇതാ ഹജ്ജിന്റെ സീസണാണ്. ആളുകൾ ഹജ്ജിന് പോകുന്നത് വീട്ടിലൊരു മൗലീദ് നടത്തിയിട്ടാണ്. മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈരടികളുള്ള മൗലീദുകൾ ശറഫല്ലനാമായാലും മങ്കൂസായാലും ഏതെടുത്ത് നോക്കിയാലും അതിൽ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ ഉണ്ടാകും. പുണ്യം കിട്ടുമെന്ന വിചാരത്തിൽ മുസല്ല വിരിച്ച് ചന്ദനത്തിൽ കത്തിച്ചു വച്ച് ഉസ്താദിനെ വിളിച്ച് സദ്യയൊരുക്കി ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്നു. നേർച്ചപ്പാട്ടായി പാടുന്നു. കൂലി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആരോടായി പറയുന്നത്? എന്താണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ? നമുക്ക് അറിഞ്ഞുകൂടാ. അബ്ദുകൽ മിസ്കീനു യർജു ഫദലകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ. റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറയാണ്, പാവപ്പെട്ട ഈ അടിമ നബിയെ, അങ്ങയുടെ കഴിവും കൃപയും ആഗ്രഹിക്കുന്നു. നിങ്ങളെ കുറിച്ചുള്ള വിശ്വാസം ഞാൻ നന്നാക്കിയിട്ടുണ്ട്. അവിടുന്ന് എന്നെ സഹായിക്കണം, എന്നെ രക്ഷപ്പെടുത്തണം. യാ മുജീറു മിനസ് സഈരി, കത്തിക്കരിയുന്ന നരകത്തെ രക്ഷപ്പെടുത്തുന്നവരെ. യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂർ, എന്റെ സഹായമേ, പ്രയാസ കാര്യങ്ങളിൽ എന്റെ അഭയ കേന്ദ്രമേ. റസൂലിനെയാണ് വിളിക്കുന്നത്. അറിഞ്ഞുകൂടാ പല മുസ്ലിം സഹോദരങ്ങൾക്കും. എന്ന് മാത്രമല്ല, ഹജ്ജിന്റെ പേര് തന്നെ സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ എന്നാണ്. സിയാറത്തിന്റെ പാക്കേജിന്റെ ടൂർ ഉണ്ട്. പക്ഷെ അവരെ കൂടെ പോയ ഹജ്ജ് മാത്രം കിട്ടൂല. കാരണം എന്താണെന്നറിയോ? സിയാറത്തിൽ തുടങ്ങി സിയാറത്തിൽ അവസാനിക്കുകയാണ്. തൊട്ടടുത്ത ജാറത്തിൽ പോയി, തന്നടുത്ത ജാറത്തിൽ പോയി, പിന്നടുത്ത ജാറത്തിൽ പോയി. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇവിടെ കുറെ മക്കാമുണ്ടാവും. CM മക്കാമുണ്ടാവും, ഒടുങ്ങാക്കാട് മക്കാമുണ്ടാവും, കോരങ്ങാട് മക്കാമുണ്ടാവും. അവിടെയൊക്കെ പോയിട്ടാണ് ഹജ്ജ് തുടങ്ങുന്നത്. ഞാനും എന്റെ ഭാര്യ കദീസും പോവാണ്, നിങ്ങൾ നമ്മളെ കാര്യമൊക്കെ നോക്കണമെന്ന് അവിടെയുള്ള ആളെ ഏൽപ്പിച്ച്, പിന്നെ തൊട്ടടുത്ത് അങ്ങനെ കേരളത്തിലെ ജാറങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലേക്ക് കടന്ന് അങ്ങനെ അജ്മീർ കൂടി പോയിട്ട് പോകുന്ന ഹജ്ജ് ഗ്രൂപ്പുകളുണ്ട്. അവർ നേരത്തെ പുറപ്പെടും. നേരിട്ട് മദീനയിലേക്കാണ് പോവുക. ഹജ്ജിനോടനുബന്ധിച്ച് മാത്രമേ മക്കത്ത് പോവുള്ളൂ. അവർക്ക് മദീനയാണ് വലുത്. റസൂലുള്ളാഹിന്റെ ഖബർ കാണണം, മുത്തണം.
അവിടെ പോയിട്ട് സങ്കടം പറയണം, ഒരുപാട് കാലമായി ചോദിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങൾ റസൂലിനോട് ചോദിക്കണം എന്നൊക്കെ നിയ്യത്താക്കിയിട്ടാണ് ആളുകൾ പോകുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എതിർത്തു. ഖബർ സിയാറത്തിന് എതിർക്കുന്നത് കണ്ടോ? നമ്മൾ പറഞ്ഞു, സുഹൃത്തെ, ഇത് ഖബർ സിയാറത്തല്ല, ഇത് ഖബർ പൂജയാണ്. റസൂൽ മരിക്കുമ്പോൾ പോലും മുന്നറിയിപ്പ് നൽകിയ കാര്യം, ജൂത ക്രിസ്ത്യാനികളെ ശ്രമിക്കട്ടെ, അവരവരെ നബിമാരെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കിയെന്ന് ആയിഷ ബീവിയുടെ നബിമാരെ തലവെച്ചുകൊണ്ട് അവസാനം ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയ പുണ്യ റസൂലിന്റെ അനുയായികളാണ് നമ്മള്. ഇതൊക്കെ ഈ നാട്ടിൽ പഠിപ്പിച്ചു. ഖബർ സിയാറത്ത് എതിർത്തിട്ടില്ലെന്നും ഖബർ പൂജയാണ് എതിർത്തതെന്നും നമ്മുടെ പരിപാടികൾ കേൾക്കാൻ വന്ന ആളുകൾക്ക് മനസ്സിലായി. ഇങ്ങനെ തൗഹീദി രംഗത്ത് വമ്പിച്ചൊരു മുന്നേറ്റവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പ്രമാണങ്ങളിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിച്ച് അന്ധവിശ്വാസങ്ങളിൽ നിന്നും സൂഫി കഥകളിൽ നിന്നും അത്യാചാരങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്തിയ ഈ സമൂഹം, സുഹൃത്തുക്കളെ, ഇന്നും നമ്മുടെ പ്രവർത്തനം നിർത്താറായിട്ടില്ല. ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് ആയത്തും ഹദീസും പച്ചക്ക് ജനങ്ങളെ മുമ്പിൽ ഓതി ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളെ ന്യായീകരിക്കുകയാണ്. ജനങ്ങൾ അങ്കലാപ്പിലാകാണ്. രണ്ടും കേട്ടിട്ട് എല്ലാവരും ഓതുന്ന ആയത്ത് ഞങ്ങൾ എന്താ ചെയ്യാറ്? മുജാഹിദുകൾ പറഞ്ഞു, എല്ലാവരും ഓതുന്ന പോലെ ആയത്തോതുന്നവരല്ല ഞങ്ങൾ ഓതി ആയത്ത് റസൂലും സഹാബത്തും വ്യാഖ്യാനിച്ചതിനപ്പുറം വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എടുക്കൂ തഫ്സീർ, സഹാബത്തിന്റെ തഫ്സീർ എടുത്തോ, ആ താബിഈങ്ങളുടെ തഫ്സീർ പറ. അവര് പറഞ്ഞ തഫ്സീറിനെതിൽ ഞങ്ങൾ തഫ്സീർ പറഞ്ഞാൽ തള്ളിക്കളയൂ നിങ്ങൾ. അമാനികളുടെ ഖുർആൻ പരിഭാഷയുടെ മുഖവരയിൽ കാണാം വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി. ഒരു ഡിക്ഷണറി എടുക്കുക, അർത്ഥം നോക്കുക, എന്നിട്ടങ്ങ് വ്യാഖ്യാനിക്കുക. അതാണ് കെ സുല്ലമി റഹിമഹുല്ല ആളുകളോട് പറഞ്ഞിരുന്നത്. നമ്മുടെ വ്യതിയാന ചർച്ചയുടെ കാലത്ത് ഇഖ്റ ബിസ്മിക അർത്ഥം പറഞ്ഞതും അർത്ഥം പറഞ്ഞതും ചർച്ചയാക്കിയത് കെയോട് ഒരിക്കലും നമുക്കൊരു വിരോധമുള്ളത് കൊണ്ടായിരുന്നില്ല. ഒരുപാട് ത്യാഗം ഈ പ്രസ്ഥാനത്തിനും ആദർശത്തിനും വേണ്ടി സഹിച്ച വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാന രീതി വ്യതിയാനത്തിലേക്ക് പോയി സലഫുകളുടെ മാർഗത്തിൽ വ്യതിചലിച്ചപ്പോൾ നമ്മൾ തുറന്നു കാട്ടി. ഇന്ന് നമ്മളും മറ്റു പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഒരു വിഷയം എടുത്തു നോക്കിയാലും അതിലൊക്കെ തർക്കത്തിന്റെ മർമ്മം ഇതാണ്. സഹാബത്തും താബിഈങ്ങളും മുതൽക്കുള്ള സലഫുകളുടെ മാർഗം സ്വീകരിച്ചവരാരോ ആ പാതയിൽ നമ്മൾ നിൽക്കുകയും അതിൽ നിന്ന് വ്യതിചലിച്ച് വേറെ ചില ആളുകളിലേക്ക് പോവുകയും വ്യാഖ്യാനങ്ങളിലേക്ക് പോവുകയും ചെയ്തു എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നും മറ്റുള്ളവരുമായുള്ള ഖിലാഫുള്ള വിഷയങ്ങളിൽ നമ്മൾ എക്കാലത്തും എടുത്തിട്ടുള്ള നിലപാട്. നിങ്ങൾ നോക്കും, വിശുദ്ധ ഖുർആനിലെ ഒരായത്തല്ലേ കാതവരും ഓതിയത്, വസൽമൻ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിനാ, നിങ്ങൾക്ക് മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക. വഹാബികൾ പറയുന്നു വഫാത്തായി പോയ നബിമാരോട് ചോദിച്ചുകൂടാ. അള്ളാഹു പറയുന്നു റസൂലിനോട് ചോദിക്കാൻ. റസൂൽ മിഅ്റാജിൽ ചോദിക്കുകയും ചെയ്തു എന്ന് പറയാനുണ്ട്. വഹാബി, റസൂൽ ശിർക്ക് ചെയ്തോ? നമ്മൾ പറഞ്ഞു ഈ ആയത്തിന് ഒരൊറ്റ സഹാബിയും അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല, ഒരൊറ്റ താബിഈയും ഇത് മരിച്ചവരെ വിളിക്കാൻ തെളിവാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല റസൂൽ അവിടെ പ്രാർത്ഥിച്ചിട്ടില്ല. പൂർവകാല നബിമാരെ മിഅ്റാജിന്റെ രാത്രി, ഇസ്രാഇന്റെ രാത്രി റസൂലുള്ളാഹിക്ക് മുമ്പിൽ ഹാജരാക്കി കൊടുത്തപ്പോ ഹാജറായി മുമ്പിൽ വന്ന ആ പ്രവാചകന്മാരോട് നേർക്ക് നേരെ ചോദിച്ചതാണ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഹഫിളഹുല്ലാഹ് അദ്ദേഹം കൊട്ടപ്പുറം സംവാദത്തിൽ മുസ്ലിയാരോട് പറഞ്ഞു, മുസ്ലിയാരെ, നിങ്ങൾക്കൊരു മിഅ്റാജിന് ഓഫർ കിട്ടിയാൽ പൂർവകാല നബിമാരെ മുഖാമുഖം കാണാൻ സന്ദർഭമുണ്ടായാൽ അവരോട് ചോദിക്കുന്ന വിഷയം തർക്ക വിഷയമല്ല. അപ്പൊ ഏതൊക്കെ പ്രാർത്ഥനയാകും ഏതൊക്കെ പ്രാർത്ഥനയാവുകയില്ലെന്ന് നാം ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ നമ്മൾ എത്ര പഠിപ്പിച്ചാലും ബാത്തിലിന്റെ കക്ഷികൾ ദുർവ്യാഖ്യാനം നിർത്തുകയില്ല. അഹ്ലുസുന്നത്ത് വ്യതിചലിച്ചു പോയ ബാത്തിലിന്റെ കക്ഷികൾ എന്നും ദുർവ്യാഖ്യാനവും കളവും മാത്രമാണ് സുഹൃത്തുക്കളെ അവര് മുടക്കുമുതൽ. ദുർബല ഹദീസുകൾ മാത്രം അവലംബമാക്കുന്ന, മിക്കവാറും ദുർബല ഹദീസുകളെ മാത്രം അവലംബിക്കുന്ന ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. ആളുകളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാനും തിന്മ തടയാനും പോരിശകൾ പ്രചരിപ്പിക്കുവാനും ദുർബല ഹദീസാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് അവരുടെ നിലപാട്. അതിൽ നമ്മൾ എതിർത്തു. നമ്മൾ പറഞ്ഞു സ്വഹീഹായ ഹദീസ് മാത്രമേ സ്വീകരിക്കാവൂ. വാദപ്രതിവാദങ്ങളിൽ വ്യവസ്ഥയിൽ എഴുതി 1 ഖുർആൻ 2 സ്വഹീഹായ ഹദീസ്. ദുർബലമായ തെളിവിന് പറ്റാത്ത അഹ്ലുസുന്നത്തിന്റെ നിയമമനുസരിച്ച് പ്രബലമല്ലാത്ത ഒരൊറ്റ ഹദീസ് സ്വീകരിക്കൂല. നിങ്ങൾ നോക്ക്, മൗദൂദികൾക്ക് എന്താ പ്രശ്നം? ഈ ഒരു മൻഹജിൽ അവർ തെറ്റിപ്പോയി. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിക്കുന്നതിലും വിശദീകരിക്കുന്നതിലും മൗദൂദിയുടെ വിവരണത്തിനും സയ്യിദ് ഖുത്ബിന്റെ വിവരണത്തിനുമാണ് അവർ പ്രാധാന്യം കൽപ്പിച്ചത്. അതല്ലേ യഥാർത്ഥത്തിൽ പ്രശ്നം? ഇലാഹി, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്ന 4 സാങ്കേതിക സംജ്ഞകളെ മൗദൂദി രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചു.
ആ വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ മൗദൂദിസത്തിന്റെ ഊടും പാവും. ശിർക്കല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ശിർക്കായി അവതരിപ്പിച്ചു. നമ്മൾ പറഞ്ഞു ശിർക്കാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയാത്തൊരു കാര്യം ശിർക്കാണെന്ന് ഞങ്ങൾ അംഗീകരിക്കൂല. വോട്ട് ചെയ്യൽ ശിർക്കാണ്, കോടതി പോകൽ ശിർക്കാണ്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് സ്കൂളിൽ പോയാൽ പോലും ശിർക്കാണ്. നിയമനിർമ്മാണ സഭയിൽ MLA യോ MP യോ ആയാൽ ശിർക്കാണ്. സ്ഥാനാർത്ഥിയായി നിൽക്കലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കലും ശിർക്കാണ്. പല പല ശിർക്കുകളും നമ്മൾ പറഞ്ഞു ശിർക്ക് എന്നോട് ശിർക്കാവോ? ചില ആളുകളൊക്കെ പറഞ്ഞു സമുദായത്തിൽ ഒരു ഭിന്നിപ്പ് ഒഴിവാക്കാൻ അത് ശിർക്കാണെന്ന് സമ്മതിച്ചു കൊടുത്തോളൂ. നിങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അനുസരണ ശിർക്ക്, അടിമവേല ശിർക്ക്, എന്തൊക്കെയാ ശിർക്കായത്? ഇയ്യാക നഅ്ബുദുവിൽ ആരാധന മാത്രം പരിഗണിച്ചാൽ പോരാ, അല്ലാഹു അല്ലാത്ത അനുസരിച്ചാൽ ശിർക്ക്. അപ്പൊ നമ്മൾ ചോദിച്ചു, മാതാപിതാക്കൾ അനുസരിക്കുന്നില്ലേ, കുഞ്ഞാതന്മാർ അനുസരിക്കുന്നില്ലേ, റസൂൽ അനുസരിക്കുന്നില്ലേ? മറുപടി വന്നു, അത് പരമമായ അനുസരണമല്ല. അങ്ങനെ പരമം വന്നു, പലതും വന്നു. ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത് എന്തിനാച്ചാൽ യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനവുമായി മറ്റുള്ളവർക്കുള്ള തർക്കത്തിന്റെ മർമ്മം നിലകൊള്ളുന്നതാണ്. ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെയും തർക്കം മർമ്മം അത് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, മടവൂരികളുമായുണ്ടായ കഴിഞ്ഞ 10 വർഷത്തിൽ അവരുടെ ഹദീസ് നിഷേധത്തെ തുറന്നു കാട്ടി നാം ഏറെ സംസാരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. നമസ്കാരത്തിൽ സൊഫ് നിൽക്കുന്നത് ഇമാമ് പറയും, സുഫൂഫക്കും, സൊഫ് ശരിയാക്കണം, തറാസു അടുത്തു നിൽക്കണം, അല്ലെ, സദ്ദുൽ ഫുറജ് ഗ്യാപ്പ് അടച്ചു നിൽക്കണം. ഇമാം അത് പറയുകയും മഅ്മൂമിങ്ങൾ അത് പാലിക്കണം. എല്ലാ നിസ്കാരത്തിലും പറയണം. ഇമാമ തിരിഞ്ഞ് മഅ്മൂമുകളെ നേരെ നിന്ന് കാല് നോക്കണം. ഉമറിന്റെ അവസാനത്തെ സൊഫ് വരെ ശരിയാക്കിയാലേ തക്ബീറണ്ട് കിട്ടുള്ളൂ. എന്നാൽ അത് നമ്മൾ പറഞ്ഞപ്പോ സലാം സലമി കളിയാക്കി. കേന്ദ്രമേര് കാലുമ ചവിട്ടാണ് കളിയാക്കി. ശബാബിലെയാണ് ലേഖനം എഴുതി, സഫ് നിൽക്കണമെന്ന്, അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാകരുത് എന്നുള്ളൂ. നമ്മൾ പറഞ്ഞു തറാസു ചേർന്ന് ഒട്ടി നിൽക്കണം, അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ടാൽ അവിടെ ശൈത്താൻ നിൽക്കും. മൂപ്പര് കളിയാക്കിയപ്പോ കാലിങ്ങനെ അകറ്റി വെച്ച അതിന്റെ ഇടയിൽ നിൽക്കൂലേ. എന്തൊരു പരിഹാസമായിരുന്നു. വാസ്തവത്തിൽ സഹാബത്തി എങ്ങനെ അത് മനസ്സിലാക്കി? അതാണ് അവിടുത്തെ പ്രശ്നം. സഫൂ സുഫൂബക്കുന്ന റസൂൽ പറഞ്ഞാൽ സഹാബികൾ പറയാണ്. ബുഖാരി തന്നെ കാണാം, വകാന അഹദുനാ യുൽസികു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി. ഞങ്ങളിൽ ഒരാൾ തന്റെ ചുമൽ തന്റെ സഹോദരന്റെ ചുമലിനോട് ഒട്ടിച്ചു വെക്കും, തന്റെ കാൽപാദം തന്റെ സഹോദരന്റെ കാൽപാദത്തോട് ഒട്ടിച്ചു വെക്കും. യുൽസികു പേസ്റ്റ് ചെയ്ത് വെക്കുന്ന. അപ്പൊ അതാണ് മൻഹജ്. റസൂൽ എങ്ങനെ സഫുന്ന് അതുപോലെ നിൽക്കണം. എന്താ പല മുജാഹിദ് വള്ളികളുടെ അവസ്ഥ? നമ്മൾ കാല് അങ്ങോട്ട് അടുപ്പിച്ച ആൾ അങ്ങോട്ട് വലിക്കും, ഇങ്ങോട്ട് അടുപ്പിച്ച് അങ്ങോട്ട് വലിക്കും. നമ്മൾ ഇങ്ങനെ ആയിപ്പോവും. അറിയാതെ തട്ടിയെന്നുള്ളതൊക്കെ ആ മുസ്ലിങ്ങളൊക്കെ കാല് തട്ടിയവന് ഒന്ന് തൊട്ട് തെറുവിലെക്കുമല്ലോ. കാല് വേറെ ആൾ മേൽ തട്ടിയ ഇന്ന മാതിരി കാല് തട്ടിയ സാരില്ല എന്നിട്ട് കാലങ്ങോട്ട് വലിക്കും. എവിടുന്നാ അത് പഠിച്ചത്? അപ്പൊ മൻഹജ് റസൂലും സഹാബത്തും എങ്ങനെ ദീന് മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കണം എന്നല്ലേ നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചത്. സംസം വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ മടവിലുള്ള തർക്കന്താ? ഹാജർ ബീവിക്കും ഇസ്മായിൽ നബിക്കും ശൗച്യം ചെയ്യാനുള്ള, കക്കൂസ് പോയാലും മൂത്രയിച്ചാലൊക്കെ ശൗച്യം ചെയ്യാനുള്ള വെള്ളമായിരുന്നു എന്നാണ് വളരെ പരിഹാസത്തോടുകൂടി സുല്ലം എഴുതി വെച്ചത്. റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ? ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്തുള്ള വെള്ളങ്ങളിൽ ഏറ്റവും ഉത്തമമായ വെള്ളം. തആമു തുഅമിൻ വശിഫാഉ സഖമിൻ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണമാണ്, രോഗികൾക്ക് രോഗശമനമാണ്. പരിഹാസം പലതും ഉണ്ടായി. പക്ഷെ നമ്മൾ പറഞ്ഞു സ്വഹീഹായ ഹദീസാണത്. അയാൾ പറഞ്ഞു മുസ്ലിമിനുണ്ടെന്ന് നിങ്ങൾ കള്ളം എഴുതിയില്ലേ? ശിഫാഉ സഖം മുസ്ലിമിനില്ലല്ലോ. അതേ സനദിലാണ് ത്വയാലിസിയുടെ അബൂദാവൂദ് ത്വയാലിസിയുടെ മുസ്നദിലുള്ളത്. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖുറൈശികളെടുത്ത് കാളയച്ചു ഒരു പാത്രം വെള്ളം കൊടുത്തേക്കണം എന്നിട്ട് റസൂലുള്ളാഹിന്റെ കൂടെ ഹജ്ജ് കഴിഞ്ഞു ആയിഷാ ബീവി കൊണ്ടുപോയി വെള്ളം. ഇതൊക്കെ പറഞ്ഞിട്ടും പരിഹാസം തന്നില്ല. അങ്ങനെ സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സുന്നത്തുകളെ പരിഹസിച്ച് ഉറങ്ങാൻ കൊണ്ട് തട്ടി ഒരുപാട് സ്വഹീഹായ ഹദീസുകളെ തള്ളിക്കളഞ്ഞവരാണ് ഉസൈമടവൂരിന്റെ കൂടെ പോയ നമ്മുടെ സുഹൃത്തുക്കൾ. യഥാർത്ഥത്തിൽ അന്ന് നമ്മൾ പറഞ്ഞതും ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതേ മൻഹജ് തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ സംഭവിച്ചതും ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതും ഇത്തരത്തിൽ മൻഹജിൽ നിന്നുള്ള വ്യതിയാനം കൊണ്ട് തന്നെയാണ്. നിങ്ങൾ നോക്കി, എതിരാളികൾ മുജാഹിദുകളെ കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ ദുആ ഇല്ലാത്തവരാണ്, സലാത്തില്ലാത്തവരാണ്, അതുപോലെ തന്നെ റസൂലിനെ സ്നേഹിക്കാത്തവരാണ്. പക്ഷെ അടുത്ത് വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അത് ദുർവ്യാഖ്യാനമാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ്.
അങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കല ഇപ്പോൾ നടക്കുന്നത്. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, ജിന്നോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ്. കാരണം ഒരു കൊല്ലമായി സംഘടനാ വേദി ദുർവിയോഗം ചെയ്ത് എന്റെ മുഖം മൂടിക്കെട്ടി ഒളിഞ്ഞും തെളിഞ്ഞും കാതുകളിലേക്കും പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചും അങ്ങനെ കടന്നുപോയി. അപ്പൊ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ ജിന്നിന്റെ ആളല്ലേ? ജിന്നിനെ വിളിച്ച് താടാൻ നിങ്ങളെ വാദല്ലേ? ഇവിടെ പ്രസംഗിച്ചു പോയ അബ്ദുറഹ്മാൻ പാലത്ത് പറയാ, എന്തിനാ നമ്മൾ ഈ ജിന്നെ സഹായിക്കണേന്ന് പറയണത്? ഇത്ര അതപ്പൊതിച്ചു പോയല്ലേ ഇയാളൊക്കെ. ഒരു മുജാഹിദ് നിങ്ങൾ കാണിച്ചു തരോ ജിന്നെ സഹായിക്കണേന്ന് പറഞ്ഞാല്? അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി അവിടെ കുടഞ്ഞ് കളിച്ച് കീറിയല്ലോ നമ്മുടെ നേതാവ്, സംസ്ഥാന സെക്രട്ടറി കുപ്പായം തന്നെ നടക്കുന്ന ആള്. എന്താ പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ചോ അയാളെ പ്രസംഗം? ഒരു നസീഹത്തിന്റെ വാക്കതിലുണ്ടാവും. ആദ്യം മുതൽ അവസാനം വരെ അലറലോട് അലറൽ. എന്താ, ആരാണ് ഇയാള് ഈ പേടിപ്പിക്കുന്നത്? ഒച്ചിട്ടാ പേടിക്കുന്നല്ല മുജാഹിദീങ്ങള്. എന്നിട്ട് പറയാണ്, മുജാഹിദ് ബാലുശ്ശേരിയുടെ കയ്യിൽ എന്തെങ്കിലും വാക്കുപിഴവുകളോ നയനിലപാടുകളിൽ പ്രായത്തിന്റെ പേരിലുള്ള പക്വത കുറവോ ഉണ്ടെങ്കിൽ ആരും പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കുന്ന ആളാണോ? നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കും, ഉപദേശിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എത്രയൊക്കെ പറയണോ? ഭ്രാന്തന്റെ കയ്യിൽ കത്തി കൊടുത്ത പോലെ എന്ന് പൂലൂരിലെ മുജാഹിദുകളുടെ മുമ്പിൽ വന്നിട്ട് അയാൾ പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? ഈ ജിന്ന് ഈ ശിർക്കാരോപണത്തെ അദ്ദേഹം ശക്തിയായി നേരിട്ടു. മുജാഹിദുകളുടെ പ്രസംഗം കേട്ട് താടി വെച്ചവരുണ്ട്, വസ്ത്രം കയറ്റി കൊടുത്തവരുണ്ട്, സ്ത്രീധനം വാങ്ങാതെ ആർഭാടമില്ലാതെ കല്യാണം നടത്തിയവരുണ്ട്. പലതും എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷെ മുജാഹിദ് പ്രവർത്തകരുടെ പ്രസംഗം കേട്ടിട്ട്, സക്കരിയ സറായിന്റെ പ്രസംഗം കേട്ടിട്ട് ജിന്നെ കാക്കണെന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ കാണിച്ചു തരുമോ എന്ന് പരസ്യമായി മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചു. ഈ ദുഷ്പ്രചാരണക്കാരുടെ ദുഷ്പ്രചാരണത്തിന്റെ മുനയൊടിക്കുന്ന വാക്കായിരുന്നു അത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വ്യക്തിയാണ് ഈ പ്രസ്ഥാനത്തിലെ പ്രശ്നം. അയാളെയും അയാളുടെ കോക്കസിനെ മാറ്റി നിർത്തിയാൽ മുജാഹിദ് പ്രസ്ഥാനം രക്ഷപ്പെട്ടു എന്ന് ഉറക്കെ പറഞ്ഞു മുജാഹിദ് ബാലുശ്ശേരി. അതാ പ്രശ്നം. ഒരു കൊല്ലത്തിലേക്ക് വേണ്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ നോട്ടീസ് തയ്യാറാക്കി നിൽക്കുകയാണത്രേ. അധികാരം കയ്യിലുള്ളവർക്ക് എന്തും ആവാമല്ലോ. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഇപ്പൊ പുതിയ ഒരാരോപണം മുജാഹിദുകൾ ജിന്നിനോട് സഹായം തേടാം എന്ന വാദത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ്. എതിരാളികൾക്ക് ഇതൊക്കെ ആഘോഷമാണ്. കാരണം നിങ്ങളെ നേതാക്കൾ തന്നെയല്ലേ പറയുന്നത്, ഞങ്ങളല്ലല്ലോ എന്നാണ്. ആരാണ് ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചത്? അവസാനം നമ്മുടെ കൂട്ടത്തിൽ ഭിന്നിച്ചു പോയ മടവൂർ വിഭാഗം. നിങ്ങൾക്കറിയാം, 2006 സെൻസിംഗ് മാസികക്ക് കൊടുത്ത അഭിമുഖത്തിൽ എന്റെ ഉസ്താദ് അബ്ദുസ്സലാം സല്ലമി പറഞ്ഞു, മൗലവി വിഭാഗം മുശ്രിക്കുകൾ. മടവൂർ വിഭാഗം എന്നതിന് അവർ പകരം ഉപയോഗിച്ചാണ് മൗലവി വിഭാഗം. മൗലവി വിഭാഗം മുശ്രിക്കുകളാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? സിഹർ വലിക്കുമെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ മാർഗത്തിലൂടെ ഉപദ്രവിക്കാൻ അല്ലാഹുവല്ലാതെ സാധിക്കൂല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ്. അപ്പൊ സിഹർ വലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കൻ വാദമായി. അതുപോലെ ജ്യോത്സ്യന്മാരെയും കണക്കപ്പിള്ളമാരെയും പിശാച് സഹായിക്കുന്നുണ്ടെന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചതാ. പക്ഷെ അത് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള അഭൗതിക മാർഗത്തിലുള്ള സഹായമാണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതൊരു പിശാചിൽ നിന്ന് മനുഷ്യന്മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ ശിർക്കായി. നമ്മൾ ആയത്തും ഹദീസും ഉദ്ധരിച്ച് പറഞ്ഞു കൊടുത്ത്, ഇത് ശരിയല്ല നിങ്ങൾ പറയുന്നത്. സൂറത്ത് ശുഅറാ എടുത്ത് നോക്ക്. ഹൽ നുനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ. ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത്? തനസ്സലു അലാ കുല്ലി അഫാക്കിൻ നസീം. വലിയ പാപികളും കളവ് പറയുന്നവരുടെയും മേലാണ്. ജ്യോത്സ്യന്മാരെ പറ്റിയാണത്. അവർ ജിന്നുവർഗങ്ങൾ മലക്കുകൾ തമ്മിലുള്ള സംസാരങ്ങൾ ആകാശലോകത്ത് കട്ടുകേട്ട് നാളെ ദുനിയാവിൽ നടപ്പാക്കാനിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു മലക്കുകൾ അറിയിച്ചിട്ടുണ്ട്. മലക്കുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ ആകാശത്തിന് കീഴെ പറന്നിറക്കുന്ന ജിന്നുകൾ അത് കട്ടുകേൾക്കും. എന്നിട്ടത് ജ്യോത്സ്യന്മാരുടെ ചെവിയിൽ കൊണ്ടുവന്ന് കുറുകി കൊടുക്കും. ഇവർ അവരുടെ പിശാചിന്റെ മിത്രങ്ങൾക്ക് ചെവി കൊടുക്കുന്നു. അവരധികം കള്ളം പറയുന്നവരാണ്. ഖലീഫ കായക്കൊണ്ട് ചോദിക്കാണ്, ജിന്ന് വർത്താനം പറഞ്ഞാൽ മനുഷ്യന് കേൾക്കാൻ പറ്റുമോ? ആരെ ചോദിക്കുന്നത്? ഇത്ര കാലം തൗഹീദിനു വേണ്ടി പ്രവർത്തിച്ച ആളെ. പിശാചുക്കളെ മുഅ്മിനുകളല്ലാത്തവർക്ക് നാം സഹായികളാക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹു പറയുന്നു. ജ്യോത്സ്യന്മാരെ പിശാച് സഹായിക്കുമെന്ന് ഖുർആൻ പല സ്ഥലത്ത് പറയുന്നു. റസൂലുള്ളാഹിനോട് പ്രിയപ്പെട്ട ആയിഷ ബീബി ഖുഹാനിനെ പറ്റി ചോദിച്ചപ്പോ, ജ്യോത്സ്യന്മാരെ പറ്റി ചോദിച്ചപ്പോൾ റസൂലുള്ള മറുപടി കൊടുത്തു, ലൈസു ബിശൈഇൻ, അവരൊന്നുമല്ല. നമ്മുടെ ഉമ്മയുടെ അടുത്ത ചോദ്യം, നബിയെ അവർ പറയുന്നത് ചിലതൊക്കെ ഒത്തുവരുന്നുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ മറുപടി, അത് ജിന്ന് വർഗത്തിൽപ്പെട്ടവൻ തട്ടിയെടുത്ത് കോഴി
കറകറ കുറുകുന്നത് പോലെ ഈ ജ്യോത്സ്യന്റെ കാതിൽ കുറുകി കൊടുക്കുന്നതാണ്. അപ്പൊ ജിന്ന് സംസാരിക്കും, അത് മനുഷ്യൻ കേൾക്കും, മനുഷ്യൻ സ്വീകരിക്കും. ഈ വസ്തുതകളെ പോലും നിഷേധിച്ചുകൊണ്ട് ഒരു കൂട്ടരങ്ങ് ആരോപിക്കുകയാണ് ജിന്നോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണ്. എന്തൊക്കെ കഥകളായി എന്റെ ഉസ്താദ് അബ്ദുറഹ്മാൻ സലഫി ഇവിടെ പറഞ്ഞത്. ആടും കലവും ഉമ്മാമയും AP അബ്ദുൽ ഖാദർ മോളിന്റെ കഥയാണ്. കടമെടുത്ത് പരിചയമില്ലാത്തത് കൊണ്ടാകും ഒരു ഉദാഹരണം ഒട്ടും ഫിറ്റായില്ല. ഫിറ്റാണെങ്കിൽ ആ ഉദാഹരണത്തിന്റെ ഏറ്റവും അർഹൻ അദ്ദേഹം തന്നെയാണ്. ആടിനറുത്തതും അദ്ദേഹമാണ്, കലം മുളച്ചതും അദ്ദേഹമാണ്. ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിക്കുന്ന ക്ലിപ്പുകളിലൂടെ അതിവിടെ മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് തെളിയിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എന്റെ മേൽ ഉന്നയിക്കുന്ന ഈ ആരോപണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു കേൾക്കേണ്ടി വന്ന ആരോപണമാണ്. മൗലവിഭാഗം മുശ്രിക്കുകളെന്ന് പറഞ്ഞുകൊണ്ട് സലാം സല്ലമി തുടങ്ങി വെച്ച ആക്ഷേപം 2007 ഇസ്ലാഹിൽ ഒരു ലേഖനത്തിന്റെ മറപിടിച്ച് സുല്ലമിയും കൂട്ടലും ശക്തിപ്പെടുത്തി. അലിമദനിയും കരിമ്പലാക്കലും നാട്ടിലൊക്കെ നടന്ന് അലറി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ശിർക്കിലേക്ക് പോയി എന്ന്. അത് ശിർക്ക് തന്നെയാണ് എന്ന് ആവേശത്തോടെ ഇസ്ലാഹ് മാസിയും ഉയർത്തിപ്പിടിച്ചു വന്നവർക്ക് നമ്മൾ വ്യക്തമായി മറുപടി കൊടുത്തു. നമ്മൾ ഒന്നിച്ചു നേരിട്ടു, ഇല്ല, അതിന് ശിർക്കില്ല. യാ ഇബാദല്ലാഹ് അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമെന്ന് വിജനമായ മരുഭൂമിയിൽ വിളിച്ചു പറയാൻ നിർദ്ദേശിക്കുന്ന ദുർബലമായ ഒരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ വ്യാഖ്യാനവേളയിൽ സലഫി പണ്ഡിതന്മാർ പറഞ്ഞ തത്വം ഏതോ ആ തത്വമാണ് ജഅ്ഫർ മൗലവി എഴുതിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ മാത്രം ശൈലിയല്ല, ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ശൈലിയാണത്. അതിന് ശിർക്കില്ല എന്ന് ആര് പ്രസംഗിച്ചു? ഞാൻ മാത്രല്ല, ഹനീഫ് കായക്കൊടി, അനസ് മുസ്ലിയാർ, മുനീർ മദനി എന്ന് തുടങ്ങി നമ്മുടെ എല്ലാ പ്രസംഗകരും അതിലെവിടെ ശിർക്ക് ചോദിച്ചു. 2012 വന്നപ്പോ പറയാണ് അത് ശിർക്ക് തന്നെയാണ്. ആര്? അതുവരെ ശിർക്കല്ല 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 എന്ന് പറഞ്ഞിരുന്ന കൂട്ടർ. സ്വാഭാവികമായും ആളുകൾക്കിടയിൽ അങ്കലാപ്പുണ്ടായി. എന്താ ഈ പറയുന്നത്? പറയുന്നത് നേരെ ഓപ്പോസിറ്റ് അങ്ങ് മാറ്റി പറയും. എങ്ങനെയാ അത് സാധിക്കുന്നത്? ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം തന്നെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരത്തെയുള്ള ആദർശം 5 കൊല്ലം കഴിഞ്ഞപ്പോ തിരുത്തിയാണ്. പണ്ടേ ഉണ്ടായിരുന്നത് അത് കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞ കാലമാണ് കഴിഞ്ഞ 5 കൊല്ലം. ആ 5 കൊല്ലമായി നമ്മൾ ഉറക്കെ പറഞ്ഞ ഒരാദർശം ക്ലിപ്പുകളായി, പ്രസംഗമായി, ലേഖനങ്ങളായി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അപ്പൊ തന്നെ നമ്മൾ യോഗം കൂടിയിട്ട് മാറ്റുക. എന്താ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിന്റെ ശൂറ കമ്മിറ്റി നമ്മളെ ജമിയത്തും തമ്മിൽ വ്യത്യാസം? വോട്ടിനിട്ട് തീരുമാനിക്കുക ശിർക്കും തൗഹീദും തന്നെ. ശിർക്കല്ല 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ശിർക്കാണ് ശിർക്കാണെന്ന് പറയാ. 2012 ജമിയത്ത് തീരുമാനമെടുത്തിരിക്കുന്നു, ഇനി മുജാഹിദ് പ്രവർത്തകരൊക്കെ അത് ശിർക്കാണെന്ന് പറഞ്ഞു കൊള്ളണം, അല്ലെങ്കിൽ പുറത്താക്കും. പുറത്താക്കുക മാത്രമല്ല, മുശ്രിക്കായി എന്ന് പ്രചരിപ്പിക്കും ഞങ്ങൾ സംഘടനാ സംവിധാനം ഉപയോഗിച്ച്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷേ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അങ്ങ് പ്രചരിപ്പിച്ച മുജാഹിദീങ്ങളൊക്കെ വിശ്വസിച്ചുകൊള്ളുന്നതാണ് അത്രയും ചലിപ്പി കണക്കൂട്ടിയത്. മടവൂർ വിഭാഗത്തിന്റെ ആദർശ വ്യതിയാനം ജനങ്ങളിലേക്ക് എത്തിച്ചതും അത് ക്ലച്ച് വിളിപ്പിച്ചതും ജമിയത്തിന്റെ ബാനർ നടത്തിയ വിശദീകരണങ്ങളായിരുന്നു. അത് മുന്നിൽ കണ്ടിട്ട് മുമ്പ് ജമിയത്ത് പിടിക്കാൻ കുറെ കാലമായി നോക്കുന്നു. അങ്ങനെ ജമിയത്ത് ഏതാണ്ട് കൈവശം വന്നപ്പോഴാണ് എന്നെ പുറത്താക്കി ശിർക്ക് ആരോപിച്ച് ജമിയത്തിനെ ഉപയോഗിച്ച് മുജാഹിദുകളെ കൂടെ നിർത്താമെന്ന് വിചാരിച്ചത്. മുജാഹിദുകൾ അന്ന് കൂടെ നിന്നത് ഹുസൈൻ മടവൂരിനോടുള്ള വ്യക്തിവിദ്വേഷം കൊണ്ടോ അബ്ദുൽ ഖാദർ മൗലവിന്റെ തീപ്പിന്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ല. പിന്നെയോ ആദർശം നോക്കിയിട്ടാണ് നിന്നത്. ജമിയത്തിന്റെ പേര് വിശദീകരിച്ചാൽ എന്ത് പൊട്ടപ്പോയത്തങ്ങൾ ആളുകൾ വിശ്വസിക്കും ഞങ്ങൾ വിചാരിക്കുന്നത്. ആ കാലം കഴിഞ്ഞുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരള ജമിയത്തുലമയുടെ ബാനറിൽ നടക്കുന്ന വിശദീകരണം ഐക്യകണ്ഠ്യനെടുത്ത തീരുമാനം എന്നാ സലഫി പറയുന്നത്. എന്നാ എന്താ ഈ 3 ആൾ മാത്രമേ ജമിയത്തിലുള്ളൂ? ജമിയത്ത് 20 ചില്ലാനാണ് എക്സിക്യൂട്ടീവിലില്ലേ? ഫത്വാ ബോർഡും ദഅവാ സമിതിയിലൊക്കെ വേറെ അംഗങ്ങളില്ലേ? ഇവരൊന്നും വിശദീകരിച്ചാൽ ശരിയാകാത്തൊരു പ്രത്യേക ആദർശം. ഒരു പ്രധാനപ്പെട്ട ഒരു ദായി, ഒരു ചെറുപ്പക്കാരൻ KJU ബുക്ക് ഉയർത്തിപ്പിടിച്ച് KJUവിന്റെ ബുക്കിലുണ്ട് സംസാരിച്ചതിന് ഇവിടെ വന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, ആരാണ് ഇവരെയൊക്കെ KJUവിന്റെ ആദർശം പറയാൻ അധികാരപ്പെടുത്തിയത്? KJUവിന്റെ ആദർശപ്പെട്ട സാധാരണക്കാരൻ റോട്ടിൽ എന്ന് പറയും, തിട്ടൂരം വാങ്ങിയിട്ടല്ലാതെ. അതൊക്കെ ഇപ്പൊ പുതിയത് തുടങ്ങുക.
KJUവിന്റെ ആദർശം KJU അധികാരപ്പെടുത്തിയവരാ പറയേണ്ടത്. ആരെയാ അധികാരപ്പെടുത്തിയത്? സുഹൃത്തുക്കളെ, ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത ചില ശൈലികളാണ്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്ക്, മടവൂർ വിഭാഗം കഴിഞ്ഞ 5 കൊല്ലമായി പറഞ്ഞിരുന്ന അതേ കാര്യം ഇപ്പൊ ഇവര് പറയാൻ തുടങ്ങി. അതിന്റെ റിസൾട്ട് എന്താപ്പോ? മടവൂരികൾ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താ അറിയോ? അവരെ സംബന്ധിച്ചിടത്തോളം കരിമ്പുലാക്കലും അലിമദനിയും പറയുന്നത്, അല്ലെങ്കിൽ അബ്ദുസ്സലാം സുല്ലമി പറയുന്നത്, അതിപ്പോ ഈ മൂവർ സംഘവും പറയാൻ തുടങ്ങി. സംഘടനയും അധികാരവും കയ്യിലുള്ള സ്ഥാപനങ്ങളൊക്കെ തങ്ങളുടെ കീഴിൽ കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സംഘം അവരുടെ ആദർശം പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? തൗഹീദും ശിർക്കും മനസ്സിലാക്കുന്നതിൽ അബ്ദുസ്സലാം സുല്ലമി ഇവരെക്കാൾ 5 കൊല്ലം മുന്നിലാണ്. അബ്ദുൽ ജബ്ബാർ മുജാഹിദി അന്ന് പറഞ്ഞു ശിർക്കാണ്. ആര് പറഞ്ഞു? സലാം സുല്ലമി പറഞ്ഞു. ഇവർ 5 കൊല്ലം നിരങ്ങി മൂളി ന്യായീകരിച്ചു, മറുപടി കൊടുത്തു. മടവൂരികളെ പാച്ച കള്ളം പറയല്ലേ, കുബൂരികളെ പാച്ച കള്ളം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ നേരിട്ടു. ആ ക്ലിപ്പുകളിലും ജീവിച്ചിരിക്കുന്ന സാക്ഷിയാണ് ഇവിടെ. ഇപ്പൊ ഈ വിശദീകരണ യോഗം തുടങ്ങിയപ്പോ അനസ് മൗലവി പറയാണ്, ക്ലിപ്പല്ലാതെ ആയത്തീതൊന്നുമില്ലേ? ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ പ്രസംഗിച്ചൊന്നും ആയത്തീതിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ? നിങ്ങളെ പ്രസംഗം ഞങ്ങൾ കേൾപ്പിക്കുന്നത് ഞങ്ങൾ പുതിയതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ആരാണ് പുതിയത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണ്. അതവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ക്ലിപ്പുകൾ പോലും കട്ടുമുറിച്ച് കേൾപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, കട്ടുമുറിച്ച ക്ലിപ്പുകളുടെ CD KKP അബ്ദുള്ളയെ ഏൽപ്പിച്ച് ഈ വിവാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ കടത്തിക്കൊണ്ടുവന്നത് മടവൂരികളുടെ VC തന്ത്രം തന്നെയാണ്. KKP അബ്ദുള്ള എന്ന ഒരു ചാരൻ തളിപ്പറമ്പിൽ ജീവിക്കുന്ന വ്യക്തി, അരിയിൽ അബ്ദുള്ള മുസ്ലിയാർ എന്ന സമസ്ത മുശാവറ അംഗത്തിന്റെ മകൻ എന്ന നിലയ്ക്ക് നമ്മൾ കുറച്ച് അവസരങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. ISMന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് വരെ എത്തി. അങ്ങനെ അയാള് മനസ്സ് അയാൾക്ക് പലപ്പോഴും അവരോടൊപ്പമായിരുന്നു. സ്വന്തം യൂണിറ്റിൽ പിളർപ്പിന്റെ കാലത്ത് ആരും KNM-ന് പുറത്തില്ലാത്തതുകൊണ്ട് ഇയാൾ KNM-ലായിപ്പോയതാണ്. അങ്ങനെ അങ്ങാടിയിൽ തോറ്റ മടവൂരികൾ അവർ കൊണ്ടു നടന്ന് പരാജയപ്പെട്ട കട്ടുമുറിച്ച ക്ലിപ്പുകളുള്ള CD വിലയേൽപ്പിച്ചു. ഇവനത് യൂണിറ്റ് തല മുതൽ അങ്ങോട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ യൂണിറ്റ് മുതൽ സ്റ്റേറ്റ് വരെത്തി. സ്റ്റേറ്റ് കൗൺസിലിൽ പയ്യന്നൂരിലെ അബ്ദുൽ ലത്തീഫ് ഫള്ളൂർ എന്ന കൗൺസിലർ കൊണ്ടുവന്നു. കോഴിക്കോട്ടെ ISM പ്രവർത്തിച്ചാൽ CD കൊടുക്കാണ്ട് എന്തോ തസ്കിയത്തിന്റെ CD ആണെന്ന് വിചാരിച്ചപ്പം കൊണ്ടേ കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത്. EP അത് അറിഞ്ഞിട്ടുണ്ട്, ഒരു നടപടിയില്ല. ഈ കള്ള CD എന്താ ഉള്ളത്? അബ്ദുസ്സലാം സുല്ലമി പണ്ട് പറഞ്ഞിരുന്നത് മടവൂരിൽ പ്രചരിച്ചത് അത് തന്നെ. സക്കരിയ സലാഹിക്ക് പച്ചയായ ആരോപണം. എന്നിട്ട് ഈ കട്ടുമുടിച്ച ക്ലിപ്പുള്ള CD നമ്മുടെ 40ഓളം പണ്ഡിതന്മാരെ അപ്പോയിന്റ്മെന്റ് വാങ്ങി പോയി കണ്ട് ഇരുത്തി കേൾപ്പിച്ചു. ചാരപ്പണിയുടെ രൂപം നോക്കണം. പലരും അത് വിശ്വസിച്ചു. വിളിച്ച് ചോദിക്കാൻ അന്വേഷിക്കാനൊന്നുമില്ല. ആരാധനയുടെ സൗകര്യം ചെയ്തു കൊടുത്തത്? ചാരനായ KKP എന്നുള്ള പറയുന്നു. ചാരനെന്ന് ഞങ്ങൾ പറഞ്ഞത് പന്യർത്ഥമാക്കിക്കൊണ്ട് അടുത്ത 7-ാം തീയതി, ഈ 7-ാം തീയതി അയാൾ കണ്ണൂർ ജില്ലാ മടവൂർ യോഗ വിഭാഗത്തിന്റെ ആദർശ വിശദീകരണത്തിൽ പ്രസംഗിക്കുകയാണ്. പക്ഷെ അയാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത സിദ്ദീഖ് തലശ്ശേരിയും കാസർഗോഡ് ഹാരിസും തളിപ്പറമ്പൻ അനസുപ്പൊളി പ്രസ്ഥാനത്തിനകത്തുണ്ട്. അവരത്രയും ആ സ്ഥലത്തിന്റെ വലത്തും അടുത്തുണ്ട്. കാസർഗോഡ് ആദർശ വിശദീകരണത്തിന് ഹാള് ബുക്ക് ചെയ്യുന്നത് KKP എന്നുള്ള വലം കൈയായിരുന്ന ആരിസ് ചേറൂരാണ്. അന്ന് പ്രസീഡിയം അലങ്കരിച്ചത് അദ്ദേഹമാണ്. നന്ദി പറഞ്ഞതും അയാളാണെന്നാ കേൾക്കുന്നത്. നോക്കണം നിങ്ങൾ, എത്രയും ആ സ്ഥലത്തിന്റെ ഗതികേട്. യഥാർത്ഥത്തിൽ ഗതികേടല്ല, അയാൾ ഈ പ്രസ്ഥാനത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി കണ്ടെത്തിയ ചാരന്മാരായിരുന്നു അവര്. നിങ്ങൾ നോക്കി, ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു ക്ലിപ്പ് അതാണ്. KKP അബ്ദുള്ള പറയാണ്, ഈ ക്ലിപ്പുകളും CD-കളും പണ്ഡിതന്മാരെ കേൾപ്പിക്കാൻ, 40ഓളം പണ്ഡിതന്മാരെ കേൾപ്പിക്കാൻ എന്നെ സഹായിച്ചത് അബ്ദുറഹ്മാൻ സലഫിയാണ് എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറയുന്ന ഒരു ഫോൺ ക്ലിപ്പാണ് ആദ്യം നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഈ വിഷയം ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുത്, നമ്മളെ കളിപ്പിച്ചിട്ടേ. അല്ല, ഈ സെലക്ടീപ്പം കളിപ്പിച്ചതല്ല. അല്ല അല്ലെ? അല്ലല്ല, അത് അയാൾക്ക് എന്താ പറയാ, എന്ന് ഈ ആയുധം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങൽ എന്ന് പറയല്ലേ, എന്നതുപോലെ കുരുതിയിട്ട് അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ട്, അതുകൊണ്ട് നമുക്ക് പറയാനില്ല, നമുക്ക് അനുഭവമുണ്ട്. അത് ശരി.
എന്നുവെച്ചാല് മൂപ്പരെ എന്നെ കൊണ്ട് ഓരോരുത്തരെയും വിളിപ്പിച്ചിട്ട് ഞാനിങ്ങനെ പോകുമ്പോ ഓരോരുത്തരും എമ്മമ്മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന എമ്മമ്മദനി വിളിച്ചിട്ട് ആ പുറത്ത് ഗേറ്റിലുണ്ട് കേക്ക് നിൽക്കുന്നത് നിങ്ങൾ കാണാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് എന്ന് കേക്ക് എന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞു കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറി എത്തുകയും ചെയ്ത് കാണുകയും ചെയ്തു. അത് എന്ത് സ്ഥലത്ത് എമ്മതി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പഠിച്ചനെ പേടിച്ചിട്ടൊന്നല്ല, അലട്ടി പറഞ്ഞപ്പോ സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ എപിന്റെ അടുത്ത് പോയപ്പോ ബസ്സിൽ എപിന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാളുടെ വിട്ടിട്ട് ഏതെത്തി ഇങ്ങോട്ട് വിളിക്കും, അങ്ങനെ പോയിക്കോളൂ വേറെ ആരുമില്ല അവിടെ എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തനം ഞാൻ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ വെച്ച് പറയാറില്ല. അടുത്ത് ഈ വിഷയത്തിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടലില്ല, ഫോണിലൊക്കെ മടിയാണെന്നൊക്കെ പറയാം. അത് മൂപ്പരുടെ ഒരു ഇതാണ് നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആരെയും അത്ര വിശ്വാസമില്ല നിങ്ങൾക്കാണ്. പിന്നെ അല്ല മൂപ്പരത് പറയുന്നുണ്ട് ഫോണിൽ പറയണ്ടില്ല, ഫോൺ ചോർത്താൻ വരെ ചെയ്യാലോ. അല്ല മൂപ്പര് അവിടെ വിളിക്കുന്നതോ ഒപ്പല്ല ആളുകളോടോ? എങ്ങനെ നിങ്ങളാ വിളിക്കുന്നത് അതോ ഒപ്പല്ല ആളുകളോ അങ്ങനെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളതും പോകുമ്പോ ഞങ്ങൾ എവിടെത്തിന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാൻ നടക്കും. പക്ഷെ നേതാക്കളും വിളിച്ച് ഒരിക്കലും അവരതിന്റെ സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അതായത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ആളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് ജോലിയാണ്. അല്ലെ ഞാനെന്താ പറഞ്ഞ ഇതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ മൂപ്പര് നേതാക്കന്മാരെ മൂപ്പര് നല്ല നേതാക്കന്മാരൊക്കെ അവരുടെ സ്ഥാനം. അല്ല അവസാനം അത് മാത്രല്ല, സെൻട്രലിൽ ഇവരൊക്കെ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്ന ആരോപണം നടത്തിയതിൽ മൂപ്പരാണ് നേതൃത്വം വഹിച്ചത്. മൂപ്പരാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂരിഷനെയും പിന്നെ മറ്റേ ഇയാളെയും അബ്ദുൽ ഖാദർ എലിഞ്ഞിക്കലിനെയും നാണിയാജിനെയും അങ്ങനെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും നാട്ടിലെ പണ്ഡിതന്മാരെയോ ഒക്കെ എത്തിച്ചത് ഇത്രത്തോളം അനീതനടക്കം ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചത് മൂപ്പരല്ലേ. അതിന് നമ്മളെന്തിനെ വിളിക്കണ്ട്? നമ്മളെന്ത് നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയാളെ ചെയ്യാൻ കഴിയോ? അല്ല, അപ്പൊ അയാൾ തന്നെ അതല്ല ആസൂത്രണം ചെയ്യുകയും ചെയ്യോ? എന്നിട്ട് അയാള് എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിപ്പിച്ച് അവസാനം അവിടുത്തെ ഒരു വികാരവും ആ യോഗ തീരുമാനമൊക്കെ ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പോവാമെന്ന് പറഞ്ഞാൽ നേതൃത്വം നൽകി പോവുകയും പിന്നെ ഇത് പുറത്തറിഞ്ഞിട്ടല്ലേ മറ്റൊരു കൊളാക്കുന്നത്. പിന്നെ ഇയാൾക്ക് കീഴടങ്ങാനുള്ള ഒന്നും ചെയ്യാനില്ല. അപ്പോ അബ്ദുറഹ്മാൻ സലഫിയാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്നത് ഉള്ളിൽ നിന്ന്. പുറത്ത് അവിടെ ഉണ്ടാവില്ല. KKP പോലെയുള്ള ചില ചാരന്മാരെ ഇറക്കി അവരെ കൊണ്ടുപോയി അവർക്ക് ഈ കള്ളക്ലിപ്പുള്ള CD പണ്ഡിതന്മാർക്ക് എത്തിക്കാനും ഗ്രൂപ്പ് യോഗം നിന്നിപ്പോ നിങ്ങൾ വിളിക്കുന്ന ആ യോഗം വിളിച്ചു കൂട്ടിയത് ആരാണെന്നാ പറഞ്ഞ്? അബ്ദുറഹ്മാൻ സലഫി എന്നാ പറഞ്ഞത്. അതിന് 1 മാസം മുമ്പ് പയ്യന്നൂരിൽ നടന്ന യോഗം ഇങ്ങനെ ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചു. എന്നിട്ടത് എറണാകുളത്ത് വിളിക്കാനാ തീരുമാനിച്ചത്. പിന്നെ അവർ ആലോചിച്ചു CD ടവർ തന്നെ വിളിച്ചാല് ഗ്രൂപ്പ് മീറ്റിംഗ് എന്ന് സംശയിക്കൂലല്ലോ. അങ്ങനെ CD ടവർ തന്നെ ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചു. EP അവിടെ ഇരിക്കുന്നുണ്ട്. TP വിളിച്ചു, നിങ്ങളറിയും മീറ്റിംഗ്? ഞാൻ അറിയില്ല. APനോട് ചോദിച്ചു, AP ഞാൻ അറിയില്ല. അപ്പൊ APയും TP ഒന്നും അറിയാതെ അബ്ദുറഹ്മാൻ സലഫി നൂർഷൻ വിളിക്കുകയാണ്. അത് അവർക്ക് നാണിയാജിന്റെ അതില്, കാദറാജിന്റെ അതില്, നൂർഷന്റെ അതില് എളുപ്പം പറഞ്ഞില്ലേ? കേൾപ്പല്ല. അവരൊക്കെ വിളിച്ചത് ആരാ? അബ്ദുറഹ്മാൻ സലഫി നേരിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് പല തീരുമാനങ്ങളുണ്ട്. സക്കരിയ സലാഹിനെ പുറത്താക്കണം അവിടുന്ന് തീരുമാനിക്കുന്നത്. KJU ആദർശ വിശദീകരണം എന്ന പേര് നമുക്ക് ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അവിടുന്നാണ്. അതാണ് പിന്നെ സംഘടന ഉപയോഗിച്ച് അവർ നടപ്പിലാക്കുന്നത്. അതിൽ കുറെ ഭാഗങ്ങൾ CD ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അതിൽ വ്യക്തമായിട്ട് അബ്ദുറസാഖ് ബാബായി പറയുന്നുണ്ട്, കഴിഞ്ഞ മുറി പുറത്താക്കിയപ്പോ തന്നെ വീണ്ടും അയാളെ തിരിച്ചെടുത്തതാണ് പറ്റിയ അബദ്ധം. ഞാൻ AP യോട് ചോദിച്ചു, AP പറഞ്ഞു അയാൾ വന്ന് കാല് പിടിച്ചുകൊണ്ട് തിരിച്ചെടുത്തതാണ്. കണ്ടോ, ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് ചാരപ്പണികൾ തുടങ്ങുകയും മുജാഹിദ് പ്രസ്ഥാനത്തെ ഭിന്നിപ്പിക്കുവാനും മുജാഹിദ് പ്രസ്ഥാനത്തിൽ പുതിയ ചേരിതിരിവുണ്ടാക്കുവാനും വേണ്ടി അബ്ദുറഹ്മാൻ സലഫി വളരെ പ്ലാനിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ജിന്ന് പിശാച് ശില്പശാല ഉണ്ടായിരുന്നു ഇവരുടെ 2 മാസം മുമ്പ്. അന്ന് പ്രവർത്തകർ ചോദിച്ചു, KKP-യുമായി ബന്ധപ്പെട്ടുള്ള ഈ ചാരപ്പണി അതിലൊരു അന്വേഷണം നേരിടാൻ അബ്ദുറഹ്മാൻ സലഫി തയ്യാറുണ്ടോ? അനസും ഹനീഫി ഒഴിഞ്ഞു മാറുക ചെയ്തത്. പലയിടത്തും നമ്മൾ ചോദിച്ചു, പ്രശ്നം തീരുമല്ലോ, ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണ സമിതി വെക്കട്ടെ, അന്വേഷണത്തിന്റെ മുമ്പിൽ വരട്ടെ. അത് മാത്രമല്ല, കേരള സമര കൗൺസിൽ പറയും കത്ത് കൊണ്ടുവരണം എന്ന് പറയുകയും കത്തില്ലാതെ കയറ്റൂല എന്ന് പറയുകയും ചെയ്ത് KNM, ISM, MSM സംയുക്ത മീറ്റിംഗ് അത് ഒരു മുസ്ലിമിനെ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്യിച്ചിട്ട് നേരെ മടവൂരികൾക്ക് കൊണ്ടേ കൊടുത്തു, വീരാൻകുട്ടി സുല്ലമി കൊണ്ടെത്തു. അങ്ങനെ കൊണ്ടേ കൊടുത്തു എന്ന് നമ്മളാരും പറഞ്ഞതല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ജ്യേഷ്ഠൻ KNM സംസ്ഥാന കൗൺസിലറായും അബ്ദുള്ള സുല്ലമി, ജാമ്യയിൽ അധ്യാപകനായിരുന്ന വളവന്നൂർ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന അബ്ദുള്ള സുല്ലമി, അദ്ദേഹം പറഞ്ഞത്. ഇന്നും പരാതി കൊടുക്കുക. ഇപ്പൊ പൂനൂരിന്ന് ചോദിച്ചു, ആ പരാതിയിൽ എന്തു നടപടിയെടുത്തു? കാട്ടപുരത്തിന്റെ അതേ സ്വഭാവം എടുത്തിട്ട് 4 വല്ലാഹി. ആർക്ക് വേണ വല്ലാഹി? വല്ലാഹി ഞാനൊന്നും ചെയ്തിട്ടില്ല, വല്ലാഹി ഞാനൊന്നും ചെയ്തിട്ടില്ല. വല്ലാഹി കൂടുമ്പോ തന്നെ അധിക കളവാണ്. അയാൾ ചെയ്തു എന്നല്ല ഇവിടെ. അപ്പൊ ചോദ്യകർത്താവ് ചോദിച്ചു, നിങ്ങൾ ചെയ്തോ എന്നല്ല ചോദിച്ചത്, നിങ്ങൾ അതിന് എന്തു നടപടി എടുത്തു എന്ന് പറ. ഈ CD പുറത്തു പോയത് സംബന്ധിച്ച് മുജാഹിദ് പ്രവർത്തകർ നൽകിയിട്ടുള്ള പരാതി, ഗ്രൂപ്പ് മീറ്റിങ്ങിനെ കുറിച്ചുള്ള പരാതികൾക്ക് എന്ത് നടപടി KNM എടുത്തു? നിങ്ങൾ വല്ലാഹി ഇവിടെ അല്ല പറയേണ്ടത്, KNM-നോട് പറ, അന്വേഷണ സമിതിക്ക് മുമ്പാകെ പറ, സ്വതന്ത്രമായ ഏജൻസി അന്വേഷിക്കട്ടെ. അപ്പൊ പുറത്തു വരും. അപ്പൊ സുഹൃത്തുക്കൾ, ഈ ചാരപ്പണിയുടെ ഫലമാണ് വാസ്തവത്തിൽ ഇന്ന് മുജാഹിദ് പ്രവർത്തകർ അനുഭവിക്കുന്നത്. കട്ടുമുറിച്ച ക്ലിപ്പിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ 2006 2007 നടത്തിയ 7 മണിക്കൂർ പ്രസംഗം മടവൂരികൾക്കെതിരിൽ അബ്ദുസ്സലാമിയുടെ ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഇവരുടെ ഒരു മാതിരി വാദങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് മുജാഹിദ് പ്രവർത്തകർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ കബൂലിയത്ത് കിട്ടിയ ഒരു CD ആയിരുന്നു അത്, നാട്ടിലും വിദേശത്തൊക്കെ. അതിൽ നിന്നാണ് എമ്പാടും ക്ലിപ്പുകൾ കേട്ടിട്ടുള്ളത്. കേട്ട കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ചതുകൊണ്ടല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ജിന്ന് പിശാച് സിഹിർ മടവൂരികളെ വാദങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്നാണ് ഇതിന്റെ പേര്. 7 മണിക്കൂറുണ്ട്. സബുൽ മൂബിക്കാത്ത് എന്നാണ് മടവൂരികൾ അതിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നത്. ഒരു സബുൽ മൂബിക്കാത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് പോകുന്നു. എന്നിട്ട് അവർ മറുപടി വെച്ചു, പ്രസംഗിച്ചു ഒന്ന് നോക്കുമ്പോൾ അതും 7 ആയി. അവസാനം ഓരോന്നും കുറേശ്ശെ കട്ട് ചെയ്തിട്ട് 8 ആക്കി. കാരണം സബുൽ മൂബിക്കാത്ത് വലുതും ആയിക്കൊണ്ടാന്നുള്ള എനിക്ക്. അങ്ങനെയുള്ള ആ CD-യിൽ നിന്നാണ് ഇവർ കൊണ്ടു നടന്ന കട്ടുമുറിച്ച ക്ലിപ്പുകൾ മിക്കവാറും എടുത്തിട്ടുള്ളത്. കേട്ടോ, ഏർവാടിയിൽ പോയാൽ രോഗം മാറുമെന്ന് സക്കരിയ സലാഹി പറയുന്നു എന്നൊരു ക്ലിപ്പ് കട്ട്. 12 സെക്കൻഡ് 15 സെക്കൻഡ് ഏറിയ അര മിനിറ്റ് ഒക്കെ ക്ലിപ്പുകളുള്ളത്. എന്താ ബാക്കി? പിശാച് മൂലമുണ്ടായ രോഗമാണെങ്കിൽ ഇത്തരം ശിർക്കൻ കേന്ദ്രങ്ങളിൽ ചെന്നാൽ അവർക്ക് രോഗം മാറിയതായി തോന്നും. അത് പിശാച് വിട്ടു നിൽക്കുന്നത് കൊണ്ടാകാം. അങ്ങനെയാണ് ആ രോഗിയെയും അവന്റെ കുടുംബത്തെയും പിശാച് ശിർക്കിലെത്തിക്കുന്നത് എന്ന് അതിന്റെ ബാക്കി. അത് കട്ട് ചെയ്തു. ഖുറാഫികളും ഒരുപാട് കള്ളസ്ഥിതി ഇറക്കിയിട്ടുണ്ട്. ഹാരിസ് ബിൻ സലീമിന്റെ ഒരു പ്രസംഗം അല്ലേ, ചില രോഗങ്ങൾക്കൊക്കെ ഡോക്ടർമാർ കുറെ ചികിത്സിച്ചത് ഞാൻ ചികിത്സിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ആളുകളെ തവളിയിൽ കൊണ്ടേക്കോളിന്ന് പറയും. അവിടെ കട്ട് ചെയ്തു. കണ്ടോ, മൂല്യന്മാരത്തും തങ്ങന്മാരത്തും കൊണ്ടുപോകാനാണ് ഈ പറയുന്നത്. അതിന്റെ ബാക്കി എന്താ അറിയോ? പക്ഷെ ഞമ്മക്ക് കൊണ്ടുപോകാൻ പറ്റുമോ സുഹൃത്തുക്കളേന്നാ. അത് കട്ട് ചെയ്തു. ഈ രൂപത്തിൽ കട്ടുമുറിച്ച ക്ലിപ്പുകളുമായിട്ടാണ് ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവർ നടത്തിയത്. അതിന്റെ പൂർണ്ണ CD കാണിച്ചു. കഷ്ടീതം ബോധ്യപ്പെടുത്തിയപ്പോ മടവൂരികൾക്ക് രംഗം വിടേണ്ടി വന്നു. വാസ്തവത്തിൽ ഈ CD ഉയർത്തിവിട്ട ആരോപണങ്ങളാണ് കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ടാക്കി മാറ്റിയത്. കഴിഞ്ഞ ഇലക്ഷന് മുന്നോടിയായിട്ട് വ്യാപകമായി ഇവർക്ക് പ്രചരിപ്പിച്ചു. അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസ് ഈ കള്ള CD പ്രചരിപ്പിച്ചു. ഒരു കൂട്ടർ ശിർക്കിലേക്ക് പോകുന്നു. അതിന് മേമ്പടിയായിട്ട് KJU വിശദീകരണ യോഗങ്ങൾ അവിടെ വെച്ച് പച്ചക്ക് പറയാണ്, നമ്മുടെ കൂട്ടത്തിൽ ഒരു കൂട്ടർ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഇതേതാ ശബാബ് എന്നറിയോ? കൗൺസിൽ CD പുറത്തുവിട്ടപ്പോൾ വളരെ സന്തോഷത്തിൽ മടവൂരികൾ പുറത്തിറക്കിയതാ. ഉഗ്രവാദികൾക്കെതിരെ പടനീക്കം, നവയാഥാസികര കുറ്റസമ്മതം.
ആരൊക്കെ ഫോട്ടോ ഉണ്ട് നിങ്ങളിതില്? ഇത് തീപ്പിന്റെ ഫോട്ടോ ഉണ്ട്, പാലത്തിന്റെ ഫോട്ടോ ഉണ്ട്, കണ്ടോ കുത്തിരിക്കുന്നുണ്ടോ? തീപ്പി എന്താ തിരിച്ചുപോക്ക് വേദനാജനകം, അന്ധവിശ്വാസ പ്രചാരണം തുടർന്നാൽ കടുത്ത നടപടി. ഇതന്നല്ലേ മടവൂരികൾ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സഭാവ് വിചിന്തനം